ദൈവത്തിനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട എബിയസൻ കർത്താവിൽ പ്രിയ ഏവരുമേ, രണ്ട് കാര്യങ്ങൾ പെൻഡിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഞാൻ ഇന്നലെ ചെറുതായിട്ട് സൂചിപ്പിച്ചുവെങ്കിലും ബൈത്തു എന്ന ഈ ഫാമിലി കോൺഫറൻസ് നിങ്ങൾക്കറിയാം, എത്രയോ ദിവസത്തെ പ്രയത്നവും താല്പര്യവും എനിക്ക് തോന്നുന്നു പോസ്റ്റ് കോവിഡ് നമ്മൾ ആദ്യമായിട്ട് നടത്തുമെന്നല്ലേ അല്ലേ? ഇത്രയും നാള് അതിനുവേണ്ടി ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്ത് എനിക്കറിയാം അതിൻ്റെ പിന്നിൽ ഭയങ്കര പ്രയത്നമുണ്ട് എന്ന് എനിക്കറിയാം. അത് ബഹുമാനപ്പെട്ട അച്ഛൻ്റെയും എസ്പെഷ്യലി ഏറെ ബഹുമാനിക്കപ്പെടുന്ന കൊച്ചമ്മയുടെയും അതുപോലെ ലോകയിലെ എല്ലാ പ്രിയപ്പെട്ടവരുടെ ആത്മാർത്ഥമായ സഹകരണവും മാനേജിംഗ് കമ്മിറ്റി, സ്പിരിച്വൽ ഓർഗനൈസേഷൻസ്, പ്രത്യേകിച്ച് ഇതിനുവേണ്ടി സമയം കണ്ടെത്തി വന്നവർ എല്ലാവരുടെയും ആത്മാർത്ഥമായ കഠിനമായ പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ട്. 2-3 ദിവസങ്ങൾ ഇങ്ങനെ ഒരു കോൺഫറൻസ് ക്രമീകരിക്കുക എന്നുള്ളൊരു നിസ്സാര കാര്യമല്ല. അത്ര ഭംഗിയായും സിസ്റ്റമാറ്റിക്കായിട്ട് അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് വേണ്ടി പ്രയത്നിക്കുന്ന എല്ലാവരെയും ദൈവം മാനിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. രണ്ടാമതായിട്ട് ഒരു കാര്യമുള്ളത്, ഇന്നലെ ധാരാളം പേരെന്നോട് ചോദിച്ചു, അച്ഛൻ എവിടെയാണ് സ്വദേശം, കുടുംബം ഒക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ കോട്ടയം ഭദ്രാസനത്തിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. എരുമേലി, റാന്നിക്കും കാഞ്ഞിരപ്പള്ളിക്കും ഒക്കെ ഇടയ്ക്കുള്ള എരുമേലി എന്ന ചെറിയ കുടിയേറ്റ ഗ്രാമം. വലിയപ്പച്ചനൊക്കെ പുത്തൻകാവിൽ നിന്ന് എരുമേലിയിലേക്ക് വന്നവരാണ്. അവിടെ കനകപ്പലം സെൻറ് ജോർജ് പള്ളി ഇടവകാംഗമാണ്. കോട്ടയം ഡയോസിസിൽ 5 വർഷം ശുശ്രൂഷ ചെയ്തു. I passed out from seminary in 2005 and I served in Kottayam Diocese till 2010, and in September of 2010 I came over here in Vancouver, Canada. വളരെ ചെറിയ കോൺഗ്രിഗേഷൻ ആയിരുന്നു. ഇന്നിപ്പം വാൻകൂവർ പള്ളി ആയിരിക്കുന്ന അധികാരത്തിലെ ആദ്യകാല ശുശ്രൂഷകനാണ്. 5 വർഷക്കാലം ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം യോസേഫിന്റെ കൽപ്പന പ്രകാരം വീണ്ടും ഡിട്രോയിറ്റ് സെന്റ് ഗ്രിഗോറിയസ് പള്ളിയിൽ, അവിടെ ഒരു ചെറിയ ദേവാലയമാണ്, 30 വീട്ടുകാർ മാത്രമുള്ള. We have a big church there, St. Thomas Church. Shonachan is serving there as assistant vicar. Philip Jacobson is there. And we have St. Gregorius in Detroit. I've been there for last 9 years. And we also have the St. Mary's Church in Detroit. There are so many people here from Detroit. There are some others as well. അങ്ങനെയാണ് എൻ്റെ ശുശ്രൂഷയുടെ പശ്ചാത്തലം. വിവാഹിതനാണ്, ഒരു ഭാര്യയും 3 കുഞ്ഞുങ്ങളുമുണ്ട്. 3 കുഞ്ഞുങ്ങളുണ്ട്. മൂത്തയാള് മോന് 12th grade കഴിഞ്ഞു. യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. കലമാസത്തിൽ വെസ്റ്റേൺ മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ ഏവിയേഷനാണ് ഇൻട്രസ്റ്റിംഗ് ഫീൽഡ്. ആള് മോട്ടിവേറ്റഡ് ആണ്, അതിനുവേണ്ടി താല്പര്യപൂർവ്വം പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുള്ള സംവിധാനങ്ങളെല്ലാം പുള്ളിക്കാരൻ തന്നെയാണ് കണ്ടെത്തിയത്. കാര്യത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമത്തെ മോളാണ്. മൂത്തയാളുടെ പേര് ജോഹൻ, കൊച്ചമ്മയുടെ പേര് ദീപ, മൂത്ത മോൻ്റെ പേര് ജോഹാൻ, രണ്ടാമത്തേത് മോള് ജോയാന. ഷീസ് ഗോയിങ് ടു ഗോ ടു 9th grade. കൊച്ചുമോനുണ്ട് ജോനത്തൻ ഇനി 2nd grade. അങ്ങനെ 3 മക്കള്. ഇത്രയും കാര്യങ്ങളാണ്. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? ചോദിച്ചാൽ നമ്മുടെ സ്നേഹ കൂടെയുണ്ട്. സ്നേഹയും കൊച്ചമ്മയും കൂടെ ഒന്നിച്ച് ചെറിയ ക്ലാസ്സുകളിൽ 4ാം ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. സ്നേഹയുടെ അമ്മയും അവിടെ അഞ്ചേരിയിൽ നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഒരു പുതുപ്പള്ളി സ്വദേശികളാണ്. പുതുപ്പള്ളിക്ക് അടുത്ത് അഞ്ചേരി. വേറെ സംശയം വല്ലതുണ്ടോ? ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. നമ്മൾ ഇന്നലെ കണ്ടു തുടങ്ങിയത് ഗ്രോയിങ് ടുഗദർ ഇൻ ക്രൈസ്റ്റ്, ബി റൂട്ടഡ് ആൻഡ് ബിൽറ്റ് അപ്പ് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. കൊലോസ്യൻസ് 2:7 അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചു
നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ച് സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിക്കും എന്നുള്ളത്. അപ്പോൾ അവന് വേരൂന്നണം. വേരൂന്നണമെങ്കിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ കണ്ടു. വേരൂന്നാൻ എന്തൊക്കെ വേണം? മണ്ണ് വേണം, സോയിൽ എന്നുള്ളതിൻ്റെ പ്രത്യേകത കണ്ടു. സോയിലും മനുഷ്യൻ്റെ ശരീരവും തമ്മിലുള്ള ബന്ധം നമ്മൾ തിങ്ക് ചെയ്തതിൻ്റെ കാര്യം പാരബിൾ ഓഫ് ദി സോവാണ്. ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് വിതയ്ക്കുന്നത്. അപ്പോൾ മനുഷ്യൻ മണ്ണ് പോലെ തന്നെയാണ്. ബോഡി, our flesh from soil, dust എന്നുള്ളത് കൊണ്ട് അതിൻ്റെ കണക്ഷൻസ് വളരെ വിശാലമായി കണ്ടു എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ചില ജീവികളെയൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലേ? ഹണി ബീയെ കണ്ടു, ബീവറിനെ കണ്ടു, ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യുന്നതേ ഉള്ളൂ. ആർട്ടിക് ടേണിനെ കണ്ടു, സാൽമൺ ഫിഷിനെ കണ്ടു. അതിനേക്കാളൊക്കെ എത്രയോ ഉന്നതത്തിലാണ് നമ്മളെ ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വി വെയർ ക്രിയേറ്റഡ് ഇൻ ദി ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ് എന്നുള്ളത് കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതിയെ നമ്മുടെ ആ വിഷയത്തിലേക്ക് കയറുകയായിരുന്നു. സോയിൽ ആസ് എ സോഴ്സ് ഓഫ് ലൈഫ് ഗിവിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ, ഹ്യൂമൻ ബോഡിയുടെ എലമെന്റ്സും സോയിലിൻ്റെ എലമെന്റ്സും കണ്ടു. സോയിൽ ആൻഡ് അഗ്രികൾച്ചറൽ അബണ്ടൻസ് ആസ് ബ്ലെസ്സിംഗ്, സോയിൽ ആസ് ഫ്രെയിൽറ്റി ആൻഡ് ഇംപെർഫെക്ഷൻ, ഡസ്റ്റ് ആൻഡ് ആഷസ്. കുറവുകളും കുറ്റങ്ങളും ഉള്ളവനാണ് മനുഷ്യനെങ്കിലും അവന് പശ്ചാത്താപത്തിലേക്ക് വരാൻ. സോയിൽ ആസ് സിൻ ആൻഡ് ഡിഫൈൽമെന്റ്, ഈറ്റിംഗ് ഡസ്റ്റ്, ഷേക്കിംഗ് ദ ഡസ്റ്റ് ഫ്രോം സ്പീച്ച്. സോയിൽ ആസ് ഹ്യൂമിലിറ്റി ആൻഡ് റിപ്പൻറ്റൻസ്, അവന് വീണ്ടും അനുതാപത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. സോയിൽ ആസ് ഡെത്ത് ആൻഡ് മോർട്ടാലിറ്റി, ഡസ്റ്റ് ടു ഡസ്റ്റ് എന്നുള്ളത്. സോയിൽ ആസ് റീബർത്ത് ആൻഡ് റിന്യൂവൽ, വർക്കിംഗ് ഇൻ ദ ലാൻഡ്. അപ്പോൾ നമ്മൾ ഈ മണ്ണിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആ മണ്ണിനെ വീണ്ടും ഫെർട്ടൈലായിട്ട് കൊണ്ടുവരിക എന്നർത്ഥം. നമ്മുടെ ശരീരത്തെ വീണ്ടും നല്ലതായിട്ട് കൊണ്ടുവരണം. നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം. അതിനകത്ത് വരുന്ന നോയമ്പ്, ഉപവാസവും ഫാസ്റ്റിങ്ങും, ഒരു പരിധി കൂടുതൽ ഭക്ഷണം, ഗ്ലട്ടണി എന്ന് പറയുന്നത് അമിത ഭക്ഷണം ആകരുതെന്ന് ഡോക്ടർമാരൊക്കെ നിർദ്ദേശിക്കുന്ന കാര്യമല്ല. പിന്നെ ചില എക്സർസൈസൊക്കെ ചെയ്യണം. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളതാണെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എക്സർസൈസ് ഒക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ മണ്ണിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ഫലഭൂയിഷ്ടമാക്കുക എന്നും കൂടെ അർത്ഥമുണ്ട്. സീഡ്സ് ആൻഡ് ഗ്രോത്ത്. അതിലേക്ക് രണ്ടാമത്തെ സെഷൻ നമ്മൾ വാട്ടർ ആൻഡ് ക്ലൈ. സെക്കൻഡ് സെഷനിൽ നമ്മൾ കണ്ടത് മെയിൻ്റനൻസ് ആൻഡ് ഗ്രോത്ത്, ഹൗ ഡു വി ഗ്രോ ഇൻ സ്ട്രെങ്ത്. സീഡ് എന്നുള്ളത് പ്രധാനത്തോ ആയിരിക്കണം അതിൽ വിതയ്ക്കേണ്ട സീഡ്. ദൈവവചനമാണെന്ന് കണ്ടു. ആ വചനത്തിന്റെ രണ്ട് പാർട്ട് പെട്ടെന്ന് പറയാമോ? ഏതൊക്കെയായിരുന്നു രണ്ട് വചനങ്ങൾ? ഒന്നാമത്തെ വചനം ഏതാ? ബ്രേക്കിംഗ് ഓഫ് വേർഡ് എന്ന് പറഞ്ഞ സ്ക്രിപ്ചർ. രണ്ടാമത്തേത് ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളുടെ സംസർഗം, ഹോളി കുർബാന എന്നുള്ളത്. ഇന്നലെ നമ്മൾ മിസ് ചെയ്തു പോയ ചെറിയൊരു ഭാഗം ഇതേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിലായിരിക്കുന്ന സമയത്ത് നമുക്ക് കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അത് ഈ ഒരു മെറ്റഫർ വെച്ചിട്ട് തന്നെ, പാരബിളും മെറ്റഫറൊക്കെ വെച്ചിട്ട് തന്നെ നമ്മൾ നോക്കുക. ഇന്നലെ 2 ദിവസം മുമ്പ് വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ റോസ ഉണ്ട് കുറച്ച്, അവിടെ കയറി വരുന്നിടത്ത് ചില റോസപ്പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പൂക്കളെല്ലാം പോയി, അതിൻ്റെ ഇതളുകളെല്ലാം കൊഴിഞ്ഞു പോയി കഴിയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന എന്നാ ചെയ്യും? ഒന്ന് പ്രൂൺ ചെയ്യും അല്ലേ? കട്ട് ചെയ്ത് ഏകദേശം ഒരു 1/2 ബാഗ് എനിക്ക് കിട്ടി. അപ്പോൾ അത് പ്രൂൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഈ വിഷയം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ അത് ഓർത്ത് എത്ര കറക്റ്റാണെന്നുള്ളത് അല്ലേ. പൂക്കളുണ്ടായി, അതിൻ്റെ തണ്ടൊക്കെ മുറിച്ച് കൊടുക്കേണ്ട സമയത്ത് ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിലേ എന്തോ സംഭവിക്കുള്ളൂ, അടുത്ത തണ്ടുകൾ അതിലുണ്ടായി പുതിയ പുഷ്പങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ഈ കഷ്ടത നമുക്കുണ്ടാകുന്ന മേഖലകൾ എന്ന് പറയുന്നത്, അത് കട്ട് ചെയ്ത് കളഞ്ഞത് കൊണ്ട് റോസ ചെടിക്ക് അതെല്ലാം സംഭവിച്ചു, അതിൽ പുതിയ നല്ല പുഷ്പങ്ങൾ വന്നു എന്നുള്ളതാണ്. അപ്പം ഈ കട്ട് ചെയ്യപ്പെടുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ കഷ്ടതകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുന്ന ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്നത് നല്ല പൂക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മുടെ സ്റ്റെമ്മിനോ സത്യത്തിൽ ബ്രാഞ്ചിനോ പോലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ചെയ്യപ്പെടുന്ന കാര്യം. ചിലപ്പം ബ്രാഞ്ചസ് കട്ട് ചെയ്യും.
എക്സാമ്പിൾ ഗ്രേപ്സിൻ്റെ ആണെങ്കിൽ ബ്രാഞ്ചസ് അല്ലേ, വൈൻ ബ്രാഞ്ചസ് കട്ട് ചെയ്യും. അതുകൊണ്ടാകാം ഒരു പക്ഷേ ആവശ്യമായിട്ട് വന്നേക്കാം. ഇത് കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ പോകേണ്ടി വന്നേക്കാം. ടു ബി പ്രൂൺഡ് എന്നുള്ളത് നമുക്ക് വളർച്ചയ്ക്ക് വേണ്ടി നല്ല കാര്യം. കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മുടെ ഓഫീസിൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു സേഫ് സോണിൽ മാത്രമാണെങ്കിൽ നമുക്ക് വളർച്ച ഉണ്ടാകത്തില്ല അല്ലേ. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വളർച്ച ഉണ്ടാകാനായിട്ടാണ് ഈ ജീവിതത്തിലെ കഷ്ടത ഉണ്ടാകുന്നത്. അത് റോമാലേഖനം കേട്ടോ, റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളാണ്. റോമൻസ് 5:3-4. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും, and not only so, but we glory in tribulations also, knowing that tribulations work patience. കഷ്ടത സഹിഷ്ണുതയെയും, കഷ്ടത ഉണ്ടാകുമ്പോഴാണ് സഹിഷ്ണുത പേഷ്യൻസ് ഉണ്ടാകുന്നത്. ആൻഡ് പേഷ്യൻസ് എക്സ്പീരിയൻസ്, സഹിഷ്ണുത സിദ്ധതയും. ചില സിദ്ധന്മാർ, നാട്ടകം സിദ്ധൻ എന്നൊരാൾ കോട്ടയത്തിനടുത്തുണ്ടായിരുന്നു. നാട്ടകം സിദ്ധൻ. സിദ്ധത എന്ന് പറഞ്ഞാൽ എന്താ? ചില കാര്യങ്ങൾ സിദ്ധിക്കുകയാണെന്നുള്ളതാണ്. നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആകുക എന്നുള്ളതാണ്. തഴക്കം എന്നൊക്കെ പറയാം സിദ്ധത. ആ സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. അപ്പൊ നമുക്ക് ബി വിത്ത് ഹോപ്പ് എന്നൊരാളോട് പറയണമെങ്കിൽ അത് ഈ വാക്യം പഠിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി 1-2 സ്റ്റെപ്പ് അതിനകത്തുണ്ട്. ഈ ഹോപ്പ് വരെ എത്തിച്ചേരാനായിട്ട് 2-3 സ്റ്റെപ്പുകളുണ്ട്. കഷ്ടതയുണ്ടാകും, ആ കഷ്ടതയിലൂടെ സഹിഷ്ണുതയുണ്ട്, സഹിഷ്ണുതയിൽ നിന്ന് സിദ്ധതയുണ്ട്, സിദ്ധതയുള്ളവർക്കേ പ്രത്യാശിക്കാനായിട്ട് വകയുള്ളൂ എന്നുള്ളതാണ്. കഷ്ടത ഉണ്ടായാൽ ഉടൻ തന്നെ ഒരു പ്രത്യാശയിലേക്ക് വരാൻ ചില ബുദ്ധിമുട്ടാണ്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടാനുഭവങ്ങളൊക്കെ നമുക്കൊരു വലിയ പ്രത്യാശ നൽകുന്നതാണ് എന്ന് ഓർത്തിരിക്കുക. അത് ഇന്നലെ ഒന്ന് പറയാനായിട്ട് നമുക്ക് സമയം കിട്ടിയില്ല. ഇന്നത്തെ നമ്മുടെ സെഷനിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ബെയർ മച്ച് ഫ്രൂട്ട്. നമ്മുടെ ആത്മശരീര മനസ്സുകൾ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ നമ്മൾ കണ്ടത് യേശുക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളോട് ചേർന്ന് നമ്മുടെ ശരീര രക്തങ്ങളായിത്തീരുന്നു എന്നുള്ളത് അല്ലേ. വിശുദ്ധ കുർബാന, അതിന്റെ പ്രാധാന്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നൊക്കെ നമ്മൾ 2-3 സെഷനായിട്ട് കണ്ടില്ലേ. വിശുദ്ധ കുർബാനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഈ സാക്രമെന്റ്സ് അതിൽ നമ്മൾ സംബന്ധിക്കുമ്പോഴെല്ലാം വളരെയേറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. ഈ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നതിനോട് ചേർന്ന് വരുന്നതായ കാര്യമാണിത്. ബെയർ മച്ച് ഫ്രൂട്ട്. ഐ ആം ദ വൈൻ, യു ആർ ദ ബ്രാഞ്ചസ്. ഹി ഹു അബൈഡ്സ് ഇൻ മീ ആൻഡ് ഐ ഇൻ ഹിം bears much fruit, for without me you can do nothing. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണുന്നതാണ്, എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കും എന്നുള്ളത്. എന്നിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പുകൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നതല്ല, കഴിയുകയില്ല. അപ്പൊ യേശുക്രിസ്തുവിൽ വസിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് ഈ മുന്തിരിവള്ളിയായിട്ടാണ് ഇവിടുത്തെ സൂചന അല്ലേ. വൈൻ ദിവസം മുഴുവൻ പരിശോധിച്ചാൽ നമുക്ക് ഈ മുന്തിരിവള്ളി കാണാനായിട്ട് സാധിക്കും. മുന്തിരിവള്ളി കാണാൻ സാധിക്കും. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു തോന്നുന്നു കേട്ടോ. മുഖം കാണുമ്പോഴേ അറിയാം നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത് എല്ലാവരും. അപ്പൊ മുന്തിരിവള്ളിയിൽ വസിക്കുക എന്നുള്ളതാണ്. കുഴപ്പമില്ല, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാൻ പിന്നെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഉറങ്ങാതെ കുഴപ്പമൊന്നുമില്ല. ഞാൻ എപ്പോഴും ഓർക്കും നമ്മുടെ ഈ പ്രസംഗവും ക്ലാസ്സും ഒക്കെ എടുക്കുന്ന സമയം എത്രയോ നല്ലൊരു സമയമാണെന്നറിയാം. കാരണം ഇന്നലെ രാത്രി കിടന്നിട്ട് ഒരു ഉറക്കവും കിട്ടാത്തവരാ അല്ലെ. എത്രയോ രാത്രികളായി ഉറങ്ങിയിട്ട് അച്ഛന്റെ പ്രസംഗം കേൾക്കും, പള്ളി പ്രസംഗം കേൾക്കുമ്പോഴേ 10 മിനിറ്റ് ഉറങ്ങുന്നത് ഈസി. അതൊരു വലിയ സർവീസ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നല്ല ഉറക്കം വരുന്നവർ ഉറങ്ങിക്കും, കുഴപ്പമില്ല. അതുകൊണ്ട് മുന്തിരിവള്ളി എന്നൊരു ഉപമ ഈ യഹൂദൻ പഴയ നിയമത്തിൽ 2-3 സൂചനകളുണ്ട്. അത്തി, ഫിഗ് ട്രീ, അത്തിമരത്തോട് ഉപമിച്ചിട്ടുണ്ട് യഹൂദ ജനത്തെ തന്നെ, വീണ്ടെടുക്കപ്പെട്ട ജനത്തെ, അല്ലെങ്കിൽ ദൈവം വിളിച്ചു വേർതിരിച്ച ജനത്തെ അത്തിമരത്തോട് ഉപമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൂചന, പ്രധാനപ്പെട്ട സൂചന, യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച സൂചനയാണ് ഏത്? മുന്തിരിവള്ളി എന്നുള്ളത്. ഈ മുന്തിരിയിൽ നിന്ന് എന്താ കിട്ടുന്നേ? വൈനാണ് കിട്ടുന്നേ, രസം, മുന്തിരി രസം, വീഞ്ഞ്. അപ്പൊ ഈ വീഞ്ഞിനെ ഭയങ്കര സൂചന നമ്മുടെ ആരാധനയിലും ഉണ്ടല്ലോ. യേശുക്രിസ്തു ഈ വീഞ്ഞെടുത്തിട്ട് പറഞ്ഞെന്നാ പറഞ്ഞു? എൻ്റെ
രക്തമാകുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഈ 50 നോയമ്പിലൂടെ പോകുമ്പോൾ ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ ഓർക്കുന്നതായ അത്ഭുതമേതാണ്. വീഞ്ഞൊടു കുഷ്ഠം തളർവാദം പുറജാതിസുതാകൂനിയഹോ അന്ധനൊടു ശാനാക്യം 50 നോയമ്പിൻ വാരങ്ങൾ. ഈ പാടറിയാവോ? ഇല്ലേ? പെട്ടെന്ന് പഠിക്കാം. വീഞ്ഞോട് കുഷ്ഠം തളർവാദം. നമ്മുടെ ഓരോ ഞായറാഴ്ചത്തെ അത്ഭുതങ്ങളാണ് പറയുന്നത് കേട്ടോ. പഠിക്കും. വീഞ്ഞോട് കുഷ്ഠം തളർവാദം. വീഞ്ഞോട് പുറജാതിസുതാകൂനിയഹോ അന്ധനൊടു ശാനാക്യം അന്ധനൊടു 50 നോമ്പിൻ വാരങ്ങൾ. പ്രജാതിസുത, പ്രജാതിക്കാരി സ്ത്രീയുടെ മകൾക്ക് വേണ്ടിയായിരുന്നു അമ്മ വന്നത് എന്നുള്ളത് കൊണ്ടാണ് പ്രജാതിസുത എന്ന് പറയുന്നത്. വീഞ്ഞൊടു കുഷ്ഠം തളർവാദം കൂനിയഹോ ഊശാക്യം 50 നോമ്പിൻ വാരങ്ങൾ. വൈനല്ലപ്പഴാൻ paralyzed, Canaanite and crippled women, blind-eyed man and Hosanna. Great Lent ends by resurrection. അതുകൂടെ എഴുതിക്കോ. Wine and leper and paralyzed, Canaanite and crippled woman. Wine and leper and paralyzed, Canaanite and crippled women എന്നെഴുതാം. രണ്ടും സ്ത്രീകളായിരുന്നു. Canaanite and crippled women, blind-eyed man and Hosanna. Great Lent ends by resurrection. അതുകൊണ്ടൊന്ന് പഠിക്കും. Wine and leper and paralyzed, Canaanite and crippled women, blind-eyed man and Hosanna. Great Lent ends by resurrection. വീഞ്ഞൊടു കുഷ്ഠം തളർവാദം പുറജാതിസുതാകൂനിയഹോ അന്ധനൊടു ശാനാക്യം 50 നോമ്പിൻ വാരങ്ങൾ. എഴുന്നേറ്റ് ആക്ഷൻ സോങ് കാണിക്കുകയാണെങ്കിൽ ഉറക്കം പോയിരിക്കും. പാട്ട് പാടിയപ്പോൾ പകുതി റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം, അടുത്തത് വരുന്ന സമയത്ത് അടുത്ത പാട്ട് നമുക്ക് ഇടാം. ഓക്കെ. അപ്പോൾ വീഞ്ഞ് ആദ്യത്തെ ദിവസം നമ്മൾ ഓർക്കുന്നത് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കുന്നതാണ്. വെള്ളത്തെ വീഞ്ഞാക്കി അല്ലേ? അതിന്റെ അവസാന ഭാഗമാകുമ്പോഴത്തേന് യേശു ക്രിസ്തു പെസഹ വ്യാഴാഴ്ച ചെയ്ത കാര്യം എന്താ? ഈ വീഞ്ഞിനെ രക്തമാക്കി. വെള്ളത്തെ വീഞ്ഞാക്കി, വീഞ്ഞിനെ രക്തമാക്കി. അപ്പൊ ഇതൊരു പ്രോസസ്സാണ്. അത് ഈ ആദ്യത്തെ ദിവസത്തെ ഞായറാഴ്ചത്തെ എടുത്തേച്ച് നമ്മുടെ അച്ചായന്മാരും ഇപ്പം അമ്മാമ്മമാരും ഒക്കെ പറയും, ശക്കലം കുടിച്ചാലും കുഴപ്പമൊന്നും ഇല്ല. അയ്യോ, നാട്ടിലൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇച്ചിരി ശകല സേവിച്ചോളാൻ അല്ലേ? ഞാനത് പറയാതിരിക്കുകയായിരുന്നല്ലോ. അനുസരിച്ച് ഇത് കുത്തി പറയിപ്പിക്കുകയാണല്ല. കാരണം ശരീരാഭ്യാസം പ്രയോജനമുള്ളതെന്ന് പറഞ്ഞിടത്ത് അതിന് തൊട്ട് മടി കിടപ്പുണ്ട്. ഇത് നിന്റെ കൂടെയുള്ള അജീർണതയും ക്ഷീണതവും നിമിത്തം ഇച്ചിരി വെള്ളം മാത്രമല്ല, ഇച്ചിരി വീഞ്ഞും കൂടെ സേവിച്ചോളാൻ പറയാം. അജീർണതയ്ക്ക് മാത്രമേ കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അജീർണതയ്ക്ക് വേണ്ടിയുള്ള മെഡിസിൻ അത്. ഓക്കെ, അത് തെറ്റിദ്ധരിക്കണ്ടല്ലോ എന്ന് ഓർത്താലും
ഓക്കെ, അപ്പോൾ വെള്ളത്തെ വീഞ്ഞാക്കി, വീഞ്ഞിനെ രക്തമാക്കി. ഇതൊരു പ്രോസസ്സാണ്. അത് നമുക്ക് വേറെ എന്തെങ്കിലും അതിന് പകരം ചെയ്യാനായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അത് മനസ്സിലാക്കിയാൽ മതി, പ്രശ്നം കഴിയും. അപ്പോൾ വീഞ്ഞിനെ രക്തം, ഈ രക്തത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ മുന്തിരിവള്ളിയിൽ വസിക്കാൻ പറയുമ്പോഴേ മുന്തിരിവള്ളിയെ രക്തമാക്കി കർത്താവ് നൽകി എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമാണ്. രക്തത്തിന്റെ പ്രാധാന്യം ഇന്നലെ പറയാം. ഞാൻ മറന്നുപോയാൽ എന്നെ ഓർപ്പിക്കണമെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ. നിങ്ങൾ ആരും ഓർത്തുമില്ല. ഓർത്തായിരുന്നു, ഇല്ലെങ്കിൽ പറയാനായിട്ട് ഇരിക്കുമായിരുന്നു അല്ലേ? അപ്പൊ വായിച്ചേ, എന്താ ഈ രക്തത്തിന്റെ പ്രാധാന്യം പെട്ടെന്ന് നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം എടുത്തേ. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം, Genesis chapter 9. The importance of blood in Christian life. അതുകൊണ്ട് നമുക്ക് നോക്കാം. എന്താണ് 9-ാം അധ്യായം, Genesis 9. മത്സ്യങ്ങൾക്കും ഉണ്ടാകും. അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഭൂചര ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരം ആയിരിക്കട്ടെ. ജന്തുക്കൾ ആഹാരമാകട്ടെ എന്ന് പറഞ്ഞാൽ അത് തന്നെ ആഹാരമാണ്. വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? നോൺ വെജ്. അതായത് ദൈവം നോൺ വെജ് കഴിക്കാൻ അനുവദിച്ച സന്ദർഭമാണ് ഈ കാണുന്നത്. 9-ാം അധ്യായത്തിലാണ്. അതിനു മുമ്പേ ആരും നോൺ വെജ് ഒന്നും കഴിക്കത്തില്ലായിരുന്നു. ഈ ഫ്ലഡിന്റെ ടൈം വരെ പ്യൂർ വെജിറ്റേറിയൻ ആയിരുന്നു കേട്ടോ. അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 29-ാം വാക്യം വായിച്ചു. 1:29 എന്നാ പറഞ്ഞേക്കുന്നത് നോക്കി. Genesis 1:29. ഭൂമിയിലെങ്ങും വിത്തുള്ള അതുതരം സസ്യങ്ങളും അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ആഹാരമായിട്ട് എന്നാ കൊടുക്കുന്ന പറഞ്ഞു? പച്ച സസ്യമൊക്കെയും അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ കൊണ്ട്, ഫലമൂലാദികൾ കൊണ്ട് ജീവിച്ചോളാൻ ആയിരുന്നു എന്നുള്ളത് അല്ലേ? അതെ, എല്ലാരും വെജിറ്റേറിയൻ. നല്ല ഒന്നാം തരം ബ്രാഹ്മണന്മാര്. അയ്യോ, എന്തോരം നല്ല ഊണൂര് മാത്രം ഇല്ലെന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം നമ്മൾ നല്ല ഒന്നാം തരം പ്യൂർ വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോ അതിൽ നിന്ന് ഈ നോൺ വെജിലേക്ക് വരുന്നതാ. ഈ വലിയ ഫ്ലഡിന് ശേഷമാണ് നോൺ വെജിലേക്ക് വരുന്നത്. അപ്പൊ അന്നാണ് ഇത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല. മനുഷ്യന്റെ പിന്നീടുള്ള താല്പര്യവും കൃഷി, ഉടനെ കൃഷി ഇല്ലല്ലോ, ഉടൻ തന്നെ പെട്ടെന്ന് പറയാൻ മറുപടി അതാണ്. ഇപ്പം ഫ്ലഡ് കഴിഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ കിടക്കുകയല്ലേ. അപ്പൊ പിന്നീട് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് അവരിൽ നിന്ന് പിന്നെ കൃഷി ചെയ്ത് നിലം കിട്ടണമെങ്കിൽ, അതുകൊണ്ട് അത് നമ്മുടെ പഴയ അത് തന്നെയാണ് എക്സോഡസിൽ നമ്മൾ കാണുന്നതും അത് തന്നെയാണ്. പിന്നീട് നമ്മൾ കാണുന്ന എക്സോഡസിൽ ഇവർ ഈ നൊമാഡിക് കമ്മ്യൂണിറ്റി ആയിട്ട് പോകുന്ന സമയത്ത് ഇവർക്ക് കൊടുത്തിരുന്ന ഫുഡ് എന്നായിരുന്നു മന്ന. മന്ന എന്ന വാക്കിന്റെ അർത്ഥം മാൻഹു, വാട്ട് ഈസ് ദിസ് എന്നാണ്. എന്ത് എന്നുള്ള ചോദിച്ചതുകൊണ്ട് മന്ന എന്ന പേരിട്ടെന്നുള്ളതേ ഉള്ളേ. അപ്പൊ മന്നായി പിന്നെ കാടപ്പക്ഷി, നോൺ വെജ് ആകുന്നത് അല്ലേ? പറ്റത്തില്ല അല്ലെങ്കിൽ. അതുകൊണ്ട് നൊമാഡിക് കമ്മ്യൂണിറ്റി ആണെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് സെറ്റിൽഡ് ലൈഫിലേക്ക് അവർ വന്നു കഴിയുമ്പോൾ, അതായത് കനാൻ ദേശത്ത് വന്നു, അവര് നല്ല ചെണ്ടമുറയും കപ്പയൊക്കെ പുഴുങ്ങി പടച്ചുറ്റി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്നാ നിന്നുപോയി? മന്ന നിന്നുപോയി. പിന്നെ അവരതുകൊണ്ട് ജീവിച്ചു. അപ്പൊ അതുകൊണ്ട് അതേ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇത് നമുക്ക് കാണാം. അവർക്ക് അതുകൊണ്ടാണ് നോൺ വെജ് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് എന്നുള്ളത് അല്ലേ? പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോഴും അവർ താഴോട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന 9-ാം അധ്യായത്തിൽ വായിക്കുന്ന Genesis 9. എന്നാ തന്നെ പറയുന്നത്? ബാക്കി വായിച്ചു. പ്രാണനായിരിക്കുന്ന രക്തത്തോടു കൂടി മാത്രം നിങ്ങൾ മാംസം തിന്നരുത് എന്നുള്ളതാണ്. പ്രാണനായിരിക്കുന്ന രക്തം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഈസ് ലൈഫ്, ലൈഫ് ഈസ് ഇൻ ബ്ലഡ്. ജീവൻ ആയിരിക്കുന്ന രക്തത്തോടു കൂടി നിങ്ങൾ മാംസം ഭക്ഷിക്കരുത്. ഓക്കെ, ലേവ്യ 17-ാം അധ്യായം, Leviticus chapter number 17, 11 onwards എന്ന് വായിച്ചു.
മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ എന്തിനു വേണ്ടി ഈ രക്തം കൊടുക്കാൻ നോക്കി? യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തം ആകുന്നത്. അതുകൊണ്ട് അത്രയും നിങ്ങളിൽ യാതൊരുത്തനും രക്തം ഭക്ഷിക്കരുത്. നിങ്ങളുടെ ഇടയിൽ വാർക്കുന്ന പരദേശിയും രക്തം ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചു. അപ്പൊ ഈ രക്തം എന്തിനു വേണ്ടി ദൈവം അലവ് ചെയ്തിരിക്കുന്നത്? അറ്റോൺമെന്റ് അല്ലെ, പാപപരിഹാരം അതിനുവേണ്ടി നൽകുന്നതിന് വേണ്ടിയാണ്. പിന്നീട് നമ്മൾ ലേവ്യ പുസ്തകം വായിക്കുന്ന സമയത്ത് എങ്ങനെ വേണം ഈ രക്തം അർപ്പിക്കാൻ, പാപപരിഹാര ബലി നടത്തുന്ന സമയത്ത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ ദൈവാലയം പരിശോധിച്ചാൽ എത്ര സെഗ്മെന്റ് ഉണ്ട് ദൈവാലയത്തിന്? 3 പോരാ, 4 സമ്മതിക്കാം. ഇനി പറയാതൊക്കെയാന്ന് പറയാം. ഒന്നാമത്തേത് ഏറ്റവും മദ്ബഹ നമ്മൾ പറയുന്നത് ഏത് പ്ലേസാണ്? ഹോളി ഓഫ് ഹോളീസ്, മദ്ബഹോ ദുസ്കുദിഷി എന്നൊക്കെ പറഞ്ഞാൽ ഹോളി ഓഫ് ഹോളീസ് ആണ്, ഹോളി പ്ലേസ്, അതിവിശുദ്ധ സ്ഥലം. രണ്ടാമത്തേത് നമ്മള് നമസ്കാരമൊക്കെ നടത്തുന്ന ആ ഭാഗം ഹോളി പ്ലേസ്, അഴിക്കകം എന്ന് നമ്മൾ പറയും അല്ലെ, കസ്ത്രൂമ എന്നും പറയാം. അതിന് ഹോളി പ്ലേസ് എന്നാ പറയുന്നത്. മൂന്നാമത് നെയ്വ്, ജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന് പ്രാകാരം, ജനങ്ങൾ നിൽക്കുന്ന സ്ഥലം. നാലാമത്തേത് പൂമുഖം, പോർട്ടിക്കൽ. വേറൊരു ഭാഷയിൽ നാട്ടിൽ പറയുവാൻ നാടകശാല എന്ന് പറയുവാൻ. എന്തുകൊണ്ടായിരുന്നു നാടകശാല എന്ന് പറയുന്നത്? നിങ്ങളുടെ പള്ളിയിൽ അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയാൻ പറ്റില്ല. ഔട്ട്സ്റ്റാൻഡിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഉണ്ടോ? ഓക്കെ, അതിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയി പറയുന്ന നാടകശാല. പടിഞ്ഞാറ് വശത്തെ കഥകിന് ഇപ്പുറമുള്ള സ്ഥലം, അവിടെ എന്തിനാ നാടകശാല എന്ന് പറയുന്നതെന്ന് അറിയാം? പണ്ട് കാലത്ത് ഈ സുവിശേഷം എഴുതപ്പെട്ടിട്ടില്ലല്ലോ, എഴുതി വെച്ചിട്ടില്ല. അന്ന് ഈ പരിചമുട്ടുകളെയും മാർഗങ്ങളെയും ഒക്കെ വഴിയായിട്ടാണ്, ഇങ്ങനെ നാടൻ ഫോൾക്ക് സോങ്സ് വഴിയായിട്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്നത്. സുവിശേഷമൊക്കെ എങ്ങനെ ആയിരുന്നു അല്ലേ? മോശതന്റെ ആടുമയ്ക്കാൻ കാനനത്തിൽ നിൽക്കുന്നേരം തായും തത്തരികിടയും തത്തേത്തത് മുതൽ പമ്പാടിക്കാരൊക്കെ ഉണ്ടോ? ചാടാൻ നടന്നു, മാർഗംകളി, പരിചമുട്ടുകളി, ഇതെല്ലാം കൂടെ. അപ്പോ അതിലൂടെയായിരുന്നു കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ ചില കാര്യങ്ങൾ അവിടെ കാണിച്ചു. ഇന്നലെ വൈകുന്നേരം കുഞ്ഞുങ്ങളൊന്ന് നല്ല മെസ്സേജ് എനിക്ക് കാണാൻ ഒന്ന് സംബന്ധിക്കാൻ സാധിച്ചില്ല, എനിക്ക് അതിൽ പ്രയാസമുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങളെ കമ്മ്യൂണിക്കേഷൻ അല്ലേ, അതിലൂടെ അപ്പൊ നമുക്കൊരു സുവിശേഷം അച്ഛൻ 3 മണിക്കൂറൊന്ന് പ്രസംഗിക്കുന്നതിലും ഭംഗിയായിട്ട് കുഞ്ഞുങ്ങൾ ഒരു 2 മിനിറ്റത്തെ സ്കിറ്റിനകത്തൂടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു തരും. മനസ്സിലായി? അപ്പൊ അത് കമ്മ്യൂണിക്കേഷൻ മെത്തേഡായിരുന്നു. അതുകൊണ്ടാണ് അതിന്റെ നാടകശാല, പോർട്ടിക്കോ, പൂമുഖം എന്ന് പറഞ്ഞത്. പിന്നെ അത് കൂടാതെ നീലേഴ്സ്, ഈ വിശ്വാസ പഠിതാക്കളായിട്ടുള്ള കാറ്റക്യൂമൻസ് ആയിട്ടുള്ള ആൾക്കാരും അവിടെയായിരുന്നു. അവർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അവര് മാമോദീസ സ്വീകരിച്ചിട്ട് മാത്രമേ അകത്ത് കയറാനായിട്ട് പറ്റുള്ളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ മറ്റ് ഓർത്തഡോക്സ് സ്ട്രക്ചേഴ്സ് ഒക്കെ നോക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു ബേസിക് ഡയറ്റ് ട്രഡീഷനിലുള്ളതും നമ്മുടെ ട്രഡീഷനുള്ളതും എനിക്ക് തോന്നുന്നു കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ചിന്റെയും സംവിധാനം അങ്ങനെ തന്നെയാണെന്ന് എൻ്റെ വിചാരം. അവരുടെ മാമോദീസ തൊട്ടി എവിടെ? അവരുടെ ബാപ്റ്റിസം പൂമുഖത്തിന്റെ അവിടെ അല്ലേ? എന്തുകൊണ്ടാണെന്നറിയാമോ? അവിടെ ഈ കാറ്റക്യൂമൻസ് നിൽക്കുന്ന സ്ഥലം, അതിനുശേഷം അവർക്ക് മാമോദിസ കൊടുത്തിട്ട് മാത്രമേ അകത്തോട്ട് കയറാനായിട്ട് സാധിക്കൂ. അപ്പോൾ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന സമയത്തെ ശുശ്രൂഷക്കാർ ധൂപക്കുറ്റിയായിട്ട് പുറകോട്ട് പോകുന്നതിന്റെ അർത്ഥം ഇതാണ്. എന്താ? അവിടെ ആവാചനം ഒക്കെ ഒന്ന് വന്നിട്ടുണ്ടോ എന്ന് നോക്കാനല്ല. പിന്നെ ആണെങ്കിൽ അന്നേരം ഈ കുറിപ്പ് കൊടുത്തോളൂ, ഞങ്ങളുടെ അമ്മച്ചിയുടെ ഓർമ്മയാണ്. അപ്പൊ അതിനല്ല ഈ ശുശ്രൂഷക്കാരൻ വരുന്നത് നിങ്ങളുടെ കുറിപ്പ് മേടിക്കാൻ എല്ലാവരും ഉണ്ടോന്ന് അച്ഛനോട് പറയാനൊന്നുമല്ല. അങ്ങനെ ചെയ്യും. ഇവിടെ സാഹചര്യങ്ങൾ കാണുമായിരിക്കാം, അങ്ങനെ ഉണ്ടാവാം. അത് മാത്രമല്ലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല, അതിനേക്കാൾ ഉപരി എന്താണെന്നറിയാമോ, ഈ കാറ്റക്യൂമൻസ് അത് കഴിഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട എക്സോട്ടേഷൻ എന്നാ? അവിടെ വരുന്ന എക്സോട്ടേഷൻ പറയുന്നത് സൗമൻ കാലോസ് എന്ന് പറഞ്ഞാൽ നാം എല്ലാവരും നല്ലോണം നിൽക്കണം. ഉടനെ മറുപടിയായിട്ട് പറയുന്നു റിയലൈസ് ഗോഡ് ഹാവ് മേഴ്സി അപ്പോൺ us sinners. എന്തോ അതെ, അതിനെ സ്വീകരിച്ച് നമ്മൾ ചെയ്യുന്ന പല പ്രാക്ടീസാണ്. നമ്മളെ കുന്തിരിക്ക് പോക കാണുന്ന സമയത്ത് വടക്കോട്ടൊക്കെ ഉള്ളവരുണ്ടോ? മൂവാറ്റുപുഴയ്ക്ക് പുറത്തോട്ടുള്ളവരൊക്കെ ഉണ്ടോ?
അവിടെ ചെയ്യുന്ന കാര്യം ഇങ്ങനെ 2 കൈ കൊണ്ട് ഭാര്യ മുഖത്ത് അല്ലെ സ്വീകരിക്കുക, അത് റിസീവ് ചെയ്യും. ആദ്യം തെക്കോട്ടുള്ളവർക്ക് അത് മനസ്സിലാകത്തില്ല. ശേഷം കുരിശ് വരും. പല ട്രഡീഷൻസ് ഉണ്ട് അത് അങ്ങനെ. ഓക്കെ, നിങ്ങൾ ചേച്ചിയുടെ കാര്യം ചോദിച്ചിട്ട് ഞാൻ വിശദീകരിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഒത്തിരി ട്രഡീഷൻസ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി ഭയങ്കരമായിട്ട് വ്യത്യാസം. പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വാസ പ്രമാണം ചൊല്ലുന്ന സമയത്ത് അതിനുശേഷം വരുന്ന അനഫോറം, പിന്നെ യാചിക്കേണ്ട സമയം ഇതാ കഴിഞ്ഞു കഴിഞ്ഞാൽ നാം നല്ലവണ്ണം നിൽക്കണം എന്ന് പറഞ്ഞാൽ സ്റ്റഡി ആയിട്ട്, പിന്നെ നമ്മുടെ ബോധങ്ങളും വിചാരം. അതുകൊണ്ട് അച്ഛൻ ഇത്ര നേരം താഴെ നിന്ന് അച്ഛൻ അങ്ങോട്ട് കയറും, ദർഗായിലേക്ക് പടിയിലേക്ക് കയറും. ദർഗായിലേക്ക് കയറി സുരക്ഷ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ഹെവൻ ആൻഡ് എർത്ത്, ഇതിനു വേണ്ടി 2 പേർക്കും വേണ്ടി സുരക്ഷ അനുഷ്ഠിക്കും. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. അത് ഈ 4 ഭാഗങ്ങളാണ്. ഹോളി ഓഫ് ഹോളീസ്, ഹോളി പ്ലേസ്. ഇതിൽ ആ ഹോളി പ്ലേസ് എന്ന് പറയുന്ന സ്ഥലമില്ലേ, ആ ഹോളി പ്ലേസിലായിരുന്നു പഴയ നിയമകാലത്ത് ബലികൾ ഒക്കെ അർപ്പിച്ചിട്ട് മാംസവും രക്തവും ഒക്കെ കൊണ്ടുവന്ന് വെക്കുന്ന സ്ഥലമായിരുന്നു ഹോളി പ്ലേസ് എന്ന് പറയുന്നത്. ഇനി എബ്രായ ലേഖനം എടുത്ത്, എബ്രായ ലേഖനം 9-ാം അധ്യായം എന്ന് വായിച്ചു. എബ്രായ ലേഖനം 9-ാം അധ്യായം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബ്ലഡ് ആണ്, രക്തത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഹീബ്രൂസ് 9 ആദ്യം തൊട്ട് വായിച്ചു. എന്നാൽ ആദ്യ നിയമത്തിന്, ആദ്യ നിയമം എന്ന് പറഞ്ഞാൽ പഴയ നിയമമാണ്. ആദ്യ നിയമത്തിനും ആദ്യ നിയമത്തിനും എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടവും ക്രമവും ഉണ്ടായിരുന്നു, പുതിയ നിയമത്തിനും ഉണ്ട്. അതെല്ലാം നമുക്ക് എഴുതപ്പെട്ട് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. വായിച്ചു പോകാം. ലൗകികമായ വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു. അവിടെ ഒരു കൂടാരം ചമച്ചു. അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതായി ഹോളി പ്ലേസ് എന്ന് പറയുന്നത്. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം, ഹോളി ഓഫ് ഹോളീസ്. അപ്പൊ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഇവിടെ ശ്രദ്ധിക്കണം. ഈ ഹോളി ഓഫ് ഹോളീസ് ബിഹൈൻഡ് വിച്ച് കർട്ടൻ? സെക്കൻഡ് കർട്ടൻ. അപ്പോ there was a first curtain. ഒന്നാമത്തെ കർട്ടനില്ലേ ഉണ്ട്, അത് ഇവിടെ. അത് ഈ ഹോളി പ്ലേസും ജനങ്ങൾ നിൽക്കുന്ന പ്രാകാരവും തമ്മിൽ വേർതിരിക്കുന്നതായിരുന്നു ഒന്നാമത്തെ കർട്ടൻ. ഇപ്പൊ ഇല്ല. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം വായിച്ചപ്പോൾ വായിക്കണ്ട, വായിച്ചു നോക്കിയാൽ മതി. അതിനകത്ത് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. റെഫറൻസ് എക്സോഡസ് 40. അപ്പോൾ 1-ാം തിരശ്ശീലയ്ക്ക് പിന്നിൽ, 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലാണ് അതിവിശുദ്ധ സ്ഥലം. അപ്പൊ 1-ാം തിരശ്ശീലയ്ക്ക് പിന്നിലുള്ള സ്ഥലമാണ് ഈ ഹോളി പ്ലേസ്. ഹോളി പ്ലേസിലായിരുന്നു ആട്ടുകൊറ്റന്മാരുടെ രക്തമൊക്കെ കൊണ്ടുവന്ന് മാംസമൊക്കെ അർപ്പിച്ചുകൊണ്ടിരുന്ന സമയം. അവിടെ നിലവിളക്കും കാഴ്ചയപ്പവും ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൽ പുരോഹിതൻ എന്നായും ഈ കാഴ്ചയപ്പവും ഈ മാംസം എല്ലാം കൂടെ എടുത്തോണ്ട് അകത്തോട്ട് പോകത്തില്ല. അകത്തോട്ട് പോകുമ്പോൾ എല്ലാം മാത്രമേ കൊണ്ടുപോകുള്ളൂ എന്നറിയാമോ? ഇച്ചിരി രക്തം, കുറച്ച് രക്തം. എന്തിനു വേണ്ടി മാത്രം? ടു സ്പ്രിങ്കിൾ ഓൺ ദി ഓൾട്ടർ. അവിടെ അതിനുവേണ്ടി മാത്രം കൊണ്ടുപോകും. അവിടെ ധൂപാർപ്പണം നടത്തുകയാണ് പ്രധാനം. അതുകൊണ്ടാണ് സക്കരിയാവ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഹോളി ഓഫ് ഹോളീസിൽ കയറി തിരശ്ശീലയിട്ടിരുന്നു. ആ സമയത്താണ് ജനങ്ങൾ ദൂതൻ വന്ന് സക്കരിയാവിന് പ്രത്യക്ഷപ്പെടും. ധൂപം അണയ്ക്കാനായി നറുക്ക് വീണപ്പോൾ എന്നല്ല നമ്മൾ വായിക്കുന്നത്, ധൂപാർപ്പണത്തിനായി നറുക്ക് വീണപ്പോൾ എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹോളി പ്ലേസിലായിരുന്നു രക്തം. പക്ഷേ യേശുക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നപ്പോൾ എന്ത് സംഭവിച്ചു? തിരശ്ശീല മേൽ തൊട്ട് അടിവരെ 2-ആയി കീറിപ്പോയി എന്ന് പറഞ്ഞാൽ ഇനി മേലിൽ ഈ 1-ാം തിരശ്ശീല, 1-ാമത്തെ തിരശ്ശീല കീറിപ്പോയി എന്ന് പറഞ്ഞാൽ ഇനി മേലിൽ ഈ ജനങ്ങൾക്ക് വേണ്ടി ആടിന്റെ രക്തം അർപ്പിക്കുന്ന പരിപാടി ഇല്ല. അത് നിന്നുപോയി. അത് വളരെ കൃത്യമാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 51 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ആ രക്തം കാൽവരിയിൽ തന്റെ രക്തം യാഗമായി തന്റെ ജീവനായി നൽകി അവസാനത്തോടെ രക്തവും നമ്മുടെ രക്ഷയ്ക്കായി യേശുക്രിസ്തു നൽകി. അതുകൊണ്ട് രക്തത്തിലൂടെ ആ വീണ്ടെടുപ്പ്. അതുകൊണ്ടാണ് പറഞ്ഞത് ബലിപീഠത്തിന്മേൽ നിങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ട് മാത്രം രക്തം അർപ്പിക്കുവാൻ ഞാൻ നിങ്ങളെ അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പെസഹ വ്യാഴാഴ്ച രാത്രിയില് തന്റെ കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരം. വീഞ്ഞെടുത്തു വാഴ്ത്തി കൊടുത്തിട്ട് പറഞ്ഞതിന്റെ
രക്തമാകുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് യേശുക്രിസ്തു തന്റെ രക്തം നമുക്ക് നൽകി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം he gave his life for us. അവന്റെ ജീവനെ നൽകിയെന്ന അർത്ഥം. അപ്പൊ അതാണ് അതിന്റെ പ്രാധാന്യം. അതുകൊണ്ട് മറ്റ് രക്താർപ്പണവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളുള്ള സംസർഗമാണ് നമുക്ക് ഉള്ളത് എന്ന് പ്രധാനമായിട്ടും ഓർത്തിരിക്കുക. ഇല്ല, അവർക്ക് ദൈവാലയം നഷ്ടപ്പെട്ടു പോയല്ലോ. അവരുടെ AD 70 ഇതെല്ലാം കഴിഞ്ഞുപോയി. കാരണം യേശുക്രിസ്തു പറഞ്ഞു കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്തത് മുഴുവൻ തകർന്നു പോകും. AD 70 ടൈറ്റസിന്റെ നേതൃത്വത്തില് റോമൻ ആർമി വന്നിട്ട് ഇത് മുഴുവൻ തകർത്ത് കളഞ്ഞു. പക്ഷേ ഈ പ്രാക്ടീസ് ഷോർട്ട് കട്ട് ആയിരുന്നു. കാര്യം നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി, പാവവികാരത്തിന് വേണ്ടി ഇന്നസെന്റ് ആയിട്ടുള്ള ഈ പ്രാവിനെയും ആനയൊക്കെ കൊടുത്ത് രക്ഷപ്പെടാനുള്ള ഈ നല്ല മാർഗമായിരുന്നു. അത്രയും പോലും വേണ്ടല്ലോ, സമയത്ത് വന്ന് കുർബാനയെ ലഭിച്ചാൽ മാത്രം മതി. ഇപ്പോഴാണ് അതിനേക്കാളും ഷോർട്ട് കട്ടാ. പ്രാവിനെ മേടിക്കണ്ട, ആടിനെ മേടിക്കണ്ട, കാളെ മേടിക്കണ്ട, യാതൊന്നുമില്ല. അതുകൊണ്ട് അവിടെ വീട്ടില് പണ്ടാണെങ്കിലേ വീട്ടിലുണ്ടാക്കിക്കൊണ്ട് വരുമായിരുന്നു ഈ വീഞ്ഞും അപ്പവും ഒക്കെ വീട്ടിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വിശുദ്ധ കുർബാന കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രോത്സാഹം കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടോ? ഇപ്പോഴും കിട്ടാറുണ്ടോ? വല്ലപ്പോഴും ഒക്കെ നമുക്ക് കിട്ടും. എന്താ കിട്ടുന്നതിന് അർത്ഥമുണ്ട്. ഇതൊക്കെ വലിയ ചോദ്യങ്ങളും അത് സഭ അതിനെ അഡ്രസ് ചെയ്ത് എങ്ങനെ ഏത് രീതിയിലേക്ക് വന്നു എന്നുള്ളതും കൂടെ പറയാം. പ്രോത്സാഹം കിട്ടുന്നതിന്റെ അർത്ഥം തലേ ദിവസം വീട്ടിലെല്ലാവരും സന്ധ്യാനമസ്കാരം മുതൽ നമ്മളിവിടെ വന്ന സന്ധ്യാനമസ്കാരം സുത്താറ എല്ലാം നടത്തിയല്ലേ എന്ന് പറഞ്ഞ പോലെ ലിറ്റോർജിക്കൽ ഡേ. വൈ വി ആർ സ്റ്റാർട്ടിങ് ലിറ്റോർജിക്കൽ ഡേ ഇൻ ദ ഈവനിങ്? അത് ചോദ്യമാണല്ലോ. എന്തിനാ വൈകിട്ട് രാവിലെ സൂര്യൻ ഉദിക്കുന്ന രാവിലെ? അതായത് ജനസിസ് ക്രിയേഷൻ ഹിസ്റ്ററി പറയുന്നത് 1-ാം ദിവസം എന്ന് എഴുതിയിരിക്കുന്നത് സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം വന്നു. അതല്ലാതെ ഉഷസ്സായി സന്ധ്യയായി 1-ാം ദിവസം ഒന്നല്ല. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ യാഗാർപ്പണവും 9-ാം മണി സമയത്തായിരുന്നു. അതിനുശേഷം ഉള്ള ആ ഒരു സമയം എന്നുള്ളത് സൂര്യൻ അസ്തമിക്കുന്ന സമയം എന്നുള്ളത് വെച്ചുകൊണ്ട് ലിറ്റർജിക്കൽ ഡേ. അതായത് ലോകത്തിന്റെ സൂര്യൻ അസ്തമിക്കുമ്പോൾ നീതി സൂര്യനാകുന്ന യഹോവ മലാഖി പ്രവചനത്തിൽ പറയുന്നു, നീതി സൂര്യൻ ലോകോപശാന്തിയോടുകൂടി നിങ്ങൾക്ക് വേണ്ടി ഉദിക്കും എന്ന് പറയുന്നത് അന്ധകാരത്തിൽ പേടിപ്പാനില്ല. അതുകൊണ്ട് സുതാറ നമസ്കാരം നടത്തുമ്പോൾ നമ്മൾ എത്ര തിരി കത്തിക്കും? കാവൽ, പ്രൊട്ടക്ഷൻ. സുതാറ എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? വാച്ച്, കാവൽ എന്നുള്ളതാണ് കേട്ടോ. കാവൽ, നാം ദൈവത്തിന്റെ മാലാഖമാരുടെ സാന്നിധ്യവും കാവലും ഒക്കെ കാണിക്കാനാണ് 2 തിരി സൈഡിൽ ഇങ്ങനെ കത്തിച്ചു വെക്കുകയും ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഈ തലേദിവസം തന്നെ വീട്ടുകാർ ഇതെല്ലാം പ്രിപ്പയർ ചെയ്യും. എന്തൊക്കെ പ്രിപ്പയർ ചെയ്യും? അപ്പം എല്ലാ വീടുകളിലും ഉണ്ടാക്കും. എന്നിട്ട് അവർ വലിയ ഒരു വല്ലംകൊട്ട ഈ പടിഞ്ഞാറ് വശത്ത് വെച്ചിട്ടുണ്ട് നാടകശാലയിൽ. അപ്പോൾ അതിനകത്ത് കൊണ്ടുവന്നിടും. അവിടെ ഇട്ടിട്ട് പുരോഹിതൻ തുയോഗം നടത്തുന്നതിന് മുമ്പായിട്ട് ഇതിനകത്ത് വന്നിങ്ങനെ അപ്പം സെലക്ട് ചെയ്യും. ഏ സമയത്ത് തുയോഗം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അന്ന് പള്ളി നിറച്ച ആളാ എല്ലാവരും കൊണ്ടുവന്ന് ഓരോരുടെ അപ്പം ഇതിലിട്ടു. അപ്പോൾ അവിടെ നിൽക്കുന്ന ജനങ്ങളെല്ലാം പ്രാർത്ഥനയോടുകൂടി നിൽക്കും. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അപ്പമായിരിക്കണേ എടുക്കേണ്ടത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്നു. അതിനുശേഷം അവിടുന്ന് ആ അപ്പം കൈകളിൽ ഒരു കൊട്ടയ്ക്കകത്ത് ഇങ്ങനെ വെച്ചുകൊണ്ട് അകത്തേക്ക് പോകും. അതൊരു പ്രൊസഷനായിരുന്നു. അതിന് ഗ്രേറ്റ് എൻട്രൻസ്, ലിറ്റിൽ എൻട്രൻസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ലിറ്റിൽ എൻട്രൻസ് ആ പ്രൊസഷന്റെ പേര് ലിറ്റിൽ എൻട്രൻസ് ആയിരുന്നു. എന്നിട്ട് അകത്ത് കൊണ്ടുപോയി അതിനുശേഷമുള്ള വെള്ളംകൊട്ടയ്ക്കകത്തിരിക്കുന്ന അപ്പം ഇല്ലേ, അതെല്ലാം വാഴ്ത്തി ജനങ്ങൾക്ക് ഓരോ അപ്പം എടുത്ത് ബാക്കിയുള്ളത് കൊടുത്തോണ്ടിരുന്നതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയായി ഇന്ന് ഒരപ്പം മുറിച്ചിട്ട് അച്ഛൻ വീട്ടിൽ അപ്പം ഉണ്ടാക്കുന്നു, പള്ളിക്കാരെ വീഞ്ഞു മേടിക്കുന്നു. ഒരു മെനക്കേടില്ലല്ലോ സമയത്തൊന്നും മാത്രം. അപ്പം അത് നമ്മളൊന്ന് ഓർത്തിരിക്കുക. അപ്പം കർത്താവിന്റെ ശരീര രക്തങ്ങളുടെ സംസർഗം പറഞ്ഞുകൊണ്ടിരുന്നത് കർത്താവിന്റെ രക്തം മൂലം നമുക്ക് പാപമോചനത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. 2 വാക്യം കൂടി പെട്ടെന്ന് നോക്കാം. ഓക്കെ,
അപ്പൊ യേശുക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളുടെ സംസർഗം വഴിയാണ്. അപ്പോൾ മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തുവിൽ നമ്മൾ വസിപ്പീൻ എന്നുള്ളത്. ഇനിയും ഐഡിയലി ദ പ്ലാന്റ് ഓർ ട്രീ ദാറ്റ് ഈസ് ഗ്രോയിങ് വിൽ ബെയർ ഫ്രൂട്ട്. അത് ഫലം പുറപ്പെടുവിക്കണമെന്നുള്ളതാണ്. വാട്ട് ഈസ് ദ ഫ്രൂട്ട് വി ഷുഡ് ബി പ്രൊവൈഡിങ്? അതിലേക്ക് നമുക്ക് വരാം. സമയം 10:30 ആയതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം കാര്യങ്ങൾ. എന്ത് ഫലമാണ് നമ്മൾ പുറപ്പെടുവിക്കേണ്ടത്? ഇപ്പൊ യേശുക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളെ സംബന്ധിക്കുന്നു. ഇന്നലെ സന്ധ്യാ നമസ്കാരത്തിൽ നമ്മൾ ഒരു പാട്ട് പാടി, വിത്തുകൾ പോൽ മണ്ണിലമാർന്ന മൃതരോടാർദ്രതോ നേണമേ, ഖേദിച്ചോർ മോദിപ്പാൽ നിൻ പതിവാതു പോലുയിരേകേണമേ. വിത്തുകൾ പോൽ മണ്ണിൽ അമർന്ന ആരാന്നാ പറഞ്ഞേ? മൃതർ. വാങ്ങിപ്പോയവർ വിത്തുകൾ പോലെ മണ്ണിൽ അമർന്നു പോയിന്ന്. അവരും വിത്തുകളായി മാറുന്നു എന്നർത്ഥം. അടുത്തൊരു തലം കേട്ടോ. വാങ്ങിപ്പോയവർ വിത്തുകൾ പോലെ മണ്ണിൽ അമർന്നു പോയി. എന്തോ അതിനർത്ഥം? അവര് they are not going to go, ഒന്നുമില്ലാതെ ആയി പോകുന്നതിന് വേണ്ടിയല്ല, അതിൽ നിന്ന് they are going to become a new plant. അവർ പുതിയൊരു പ്ലാന്റ് ആയിട്ട് സ്പ്രൗട്ട് ചെയ്യാനായിട്ട് പോവുകയാണെന്നുള്ള അർത്ഥത്തിലാണ് സൂചിപ്പിക്കുന്നത്. അവര് വിത്തുകൾ പോലെയാണ് അവരുടെ ശരീരം വീണുപോയത്. ഒരു വിത്ത് നിലത്ത് വീണിട്ട് അത് പുതിയൊരു ചെടിയായി വളരുന്നത് പോലെ അവരും വളർന്നു. വായി. അപ്പോൾ നമുക്ക് എന്താ നമ്മൾ പുറപ്പെടുവിക്കേണ്ട ഫലം എന്നുള്ളതിലേക്ക് ഞാൻ വരാൻ പോവാണേ. എന്തുകൊണ്ട് അവർക്ക് ഈ ഒരു പുതിയ സാധ്യത എന്ന് നമ്മൾ വായിച്ചു പോയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 53-54 വാക്യങ്ങൾ, 53 and 54. Saint John chapter 6 verse number 53 and 54. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ അവന് നിത്യജീവനുണ്ട്. ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാം. പ്രത്യാശയാണ്. അതുകൊണ്ടാണ് അവർ, അതായത് they consume the body and blood of Jesus Christ. അതുകൊണ്ട് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ അവരുടെ ശരീരത്തിൽ എന്നാ ഇട്ടുവിടുന്നത്? എന്തോ ഇട്ടുവിടുന്നത്? നമ്മുടെ പള്ളിയിൽ നിന്ന് സാധനം ഇടുവല്ലോ, ശോശപ്പ. ഈ ശോശപ്പ സത്യത്തിൽ പ്രധാനമായിട്ടും മറ്റു ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. മാമോദീസായിക്കും ധനകാ സമയത്തും നമ്മൾ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ശോശപ്പ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എവിടെയാണ്? കർത്താവിന്റെ ശരീര രക്തങ്ങൾ മൂടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ശോശപ്പ. ആ ശോശപ്പ ഇവിടെ അന്നമ്മച്ചേട്ടത്തെയും തോമാച്ചൻ ചേട്ടനെയും അണിയിച്ചു വിടുന്നതിന് അർത്ഥം ഉണ്ട്. They are holding the body and blood of Jesus Christ. പക്ഷെ അവർക്കൊരു വലിയ പ്രത്യാശയുണ്ട്. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ സ്വീകരിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ നമ്മൾ തിങ്കളാഴ്ച സന്ധ്യാനമസ്കാരം, നമ്മൾ പാമ്പാക്കുട നമസ്കാരം നടത്തുമ്പോൾ അതിനകത്തൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, നിന്റെ മുൻപിൽ ഞങ്ങളുടെ പാപങ്ങൾ അസംഖ്യം എങ്കിലും അത് ചെളിയുടെ ഒരു തുള്ളി പോലെ മാത്രം ഇരിക്കുന്നു. ഒരു മഹാവലിയ സമുദ്രത്തെ ചെറിയ തുള്ളി ചെളിക്ക് കലക്കുവാൻ കഴിയുന്നതല്ലല്ലോ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു 120 വയസ്സ് വരെ ഇരുന്ന് പാപം ചെയ്താലും ദൈവത്തിന്റെ കരുണാസമുദ്രം, ഇന്നലെ നമ്മൾ മേഴ്സി നോക്കി കണ്ടു അല്ലെ, കരുണ. അപ്പൊ ദൈവത്തിന്റെ കരുണ, ദ ഓഷ്യൻ ഓഫ് മേഴ്സി, അതിൽ ഒരു തുള്ളി പോലെ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളവിടെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക, വാങ്ങിപ്പോയവർക്ക് വേണ്ടി. അതുകൊണ്ടാണ് ഈ ശരീരത്തിൽ ശോശപ്പായിട്ട് വിടുന്നതിന്റെ അർത്ഥം there is a hope. Still there is a hope. അപ്പോഴും എല്ലാവർക്കും ഒരു പ്രത്യാശയുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ അങ്ങനെയില്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പം വരുന്നവരും പോകുന്നവരും എല്ലാം മേടിച്ചോണ്ടാകും മൃതദേഹം കാണാൻ വരുമ്പോ. അത് ഭയങ്കര തെറ്റാണ്, അറിവില്ലാതെ ചെയ്യുന്ന കാര്യം. ഒന്നാമത് ഈ ശോശപ്പ എന്ന് പറയുന്ന സാധനം പോളിസ്റ്റർ, അതിന്റെ സാധാരണ അർത്ഥത്തിൽ എടുത്തുകഴിഞ്ഞാൽ പോളിസ്റ്റർ, അതൊരിക്കലും മണ്ണിൽ ലയിക്കത്തില്ല. എനിക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നാട്ടിൽ വെച്ചൊരു മൃതദേഹം ഒന്ന് അടക്കി ഒരു 3 വർഷം കഴിഞ്ഞാണ്. അവിടുന്ന് ഒന്നെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കേണ്ടതായ ഒരു കാര്യം ഉണ്ടായി. ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ
ഈ അസ്ഥികൾക്കൊന്നും ഒരു കുഴപ്പവുമില്ല. കാര്യം എന്താണെന്നറിയാം, മേള് തൊട്ടടി വരെ ഇങ്ങനെ ശ്വാസപ്പായിട്ടേക്കുക. ശ്വാസപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് അങ്ങോട്ട് എടുത്തപ്പോഴത്തേന് അവരെ ഒന്നിച്ചെടുക്കാനായിട്ട് പറ്റി. അതിനുശേഷം ശ്വാസപ്പം എടുത്ത് കുടഞ്ഞ് നോക്കിയപ്പോൾ ഈ 3 കൊല്ലം 4 കൊല്ലം മണ്ണിനകത്ത് അടക്കിയിരുന്ന കേട്ടോ, മണ്ണിനകത്ത്, കല്ലറയല്ല, മണ്ണിനകത്ത് അടക്കിയിരുന്നു. എന്നിട്ടും ബോഡിയെല്ലാം പോയെങ്കിലും ശ്വാസപ്പം അങ്ങനെ തന്നെ നിൽക്കുക. ഇതിന് അർത്ഥം അറിയാൻ മേല ചെയ്യുന്ന ഈ അവിടെ നിന്നൊരു ശ്വാസപ്പായൊക്കെ മേടിച്ച് ചെന്ന് അതിടുക എന്നുള്ളത് തെറ്റായ കാര്യം. അത് പള്ളിയിൽ നിന്ന് പുരോഹിതൻ ചെയ്യേണ്ടതായ കാര്യം. ശ്വാസപ്പാണിയിക്കേണ്ടത് പുരോഹിതൻ തന്നെയാണെന്നാണ് എൻ്റെ ചിന്ത. അതുകൊണ്ട് അതാണ് അതിനർത്ഥം. മുഖം മൂടുന്ന അങ്ങനെ അല്ല, അദ്ദേഹത്തെ അണിയിക്കുന്ന കാര്യം ഞാൻ പറയുന്നത്. മുഖം മൂടുന്ന തെറ്റായ കാര്യങ്ങൾ നമ്മുടെ സഭയിൽ പ്രചരിക്കുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി എന്തുകൊണ്ട് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല? എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മളിപ്പം എല്ലായിടത്തും നമ്മൾ എക്സോർട്ടേഷൻസ് ഇല്ലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നില്ല, അറിവില്ലായ്മ കൊണ്ട് മാത്രമാണോ എന്നറിയാം. പൂ കൊണ്ടുവന്ന് വെക്കണതിന് പകരം പ്രീത്ത് വെക്കണതിന് പകരം ഇപ്പം ആളുകൾ ഇത് കൊണ്ടുവന്ന് തരുമ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കിയാലേ അതിന്റെ. അപ്പൊ അത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അതുകൊണ്ട് ഈ വാങ്ങിപ്പോയവർ കർത്താവിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ചവരാണ്. അവർക്ക് നമ്മളതുകൊണ്ട് മരിച്ചവരും ജീവനോടിരിക്കുന്നവരും തമ്മിൽ വേർതിരിവൊന്നുമില്ല സഭയിൽ. കൊലോസ്യ ലേഖനം 3:3 വായിച്ചു. കൊലോസ്യൻസ് 3:3. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനോടുകൂടി. യേശുക്രിസ്തു മരണത്തിന് ശേഷം സജീവമായി നിൽക്കുകയാണോ? ഇന്ന് നമ്മൾ രാവിലെ അവസാനത്തെ മെറ്റഫർ അച്ഛൻ പറഞ്ഞ എന്താ? 7 സിംബൽസിന്റെ ഏറ്റവും അവസാനത്തെ എന്നായിരുന്നു? ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഓക്കെ, ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണല്ലോ സഭ. ആ സഭയിലെ അംഗങ്ങൾ വാങ്ങിപ്പോകുന്നവർ, മരിച്ചു പോകുന്നവർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആ മരിച്ചു പോകുന്നവർ ബോഡി ഓഫ് ക്രൈസ്റ്റിലെ ഓർഗൻസ് ആണെങ്കിൽ നമ്മൾ ലേഖനം 1-ാം അധ്യായം 12-ാം അധ്യായത്തിൽ മുഴുവൻ അതാ പറയുന്നത്. ഒരേ അപ്പത്തിന്റെ അംശങ്ങളും ഒരു ശരീരത്തിന്റെ അവയവങ്ങളുമായി നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടി കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടി സന്തോഷിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ബോഡി ഓഫ് ക്രൈസ്റ്റിലെ അവയവങ്ങളാണ്. അവര് മരിച്ചുപോയി എന്നതുകൊണ്ട് ശൂന്യതയിലേക്കല്ല പോകുന്നത്. ഇന്നലെ ഞാൻ സയൻസും പറഞ്ഞു അല്ലേ, എനർജി cannot be created nor be destroyed, can be transformed from one form to another. അത്രേ സാധിക്കുള്ളൂ. അപ്പോ ഈ എനർജി നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ PC ചാക്കോ എന്ന് വിളിക്കുമ്പോൾ അപ്പൻ വന്നേ മതിയാകും. എനർജി കളക്ട് ചെയ്തപ്പെട്ട് അതിനൊരു പുതിയ ശരീരം കൊടുക്കുമെന്ന പോലീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. പുതിയ ശരീരം എങ്ങനെ? ട്രാൻസ്ഫോർമഡ് ബോഡി. ചോദ്യം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ആ ബോഡി? റിസറക്റ്റഡ് ബോഡി അത് നൽകും. അതുകൊണ്ട് വാങ്ങിപ്പോയവർ അവർ സജീവമായി ക്രിസ്തുയേശുവിനോടുകൂടി മറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഇന്ന് മരണത്തിനപ്പുറമായി നിലനിൽക്കുന്നുവെങ്കിൽ അവരും നിലനിൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കാരണം യേശുവിന്റെ ശരീരരക്തങ്ങളിൽ സംബന്ധിച്ചു. ഇനി ലിറ്ററലി സയന്റിഫിക്കലി തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച്, എ മാൻ ഈസ് വാട്ട് ഹി ഈറ്റ്സ് എന്ന് പറയാറില്ലേ? ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ ഭക്ഷിക്കുന്നത് അതാണെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ഭക്ഷണം, ഡയറ്റ് ക്രമീകരിക്കണം, എക്സർസൈസിന്റെ കാര്യമൊക്കെ പഠിപ്പിക്കും. ബേസിക്കലി നമ്മൾ പറയുന്നതായ കാര്യമാണല്ലോ. യേശുവിന്റെ ശരീരരക്തങ്ങൾ നിങ്ങൾ ഞായറാഴ്ച വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു. കർത്താവിന്റെ ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? That became a part of your blood. ശരിയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ആ അപ്പവും വീഞ്ഞും അവന്റെ ശരീരരക്തങ്ങൾ ലിറ്ററലി നിങ്ങളുടെ രക്തത്തിന്റെ അംശമായി മാറുന്നു അല്ലേ? അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ യേശുക്രിസ്തുവുമായി ഒന്നായിത്തീരുന്നവരാണെന്നാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞാൻ കർത്താവിന്റെ ശരീരത്തെ വേശ്യയുടെ അവയവങ്ങളായിട്ട് മാറ്റുമോ എന്നൊക്കെ വളരെ ശക്തമായിട്ട് ഈ 12-ാം അധ്യായത്തിൽ ചോദിക്കുന്നു. അപ്പോൾ തെറ്റിലേക്കും ഫോണിക്കേഷൻസിലേക്കും അഡൾട്ടറിയിലേക്കും മറ്റ് യാതൊരു തിന്മകളിലേക്കും പോകാനായിട്ട് സാധ്യതയില്ല എന്നുള്ളത് വളരെ ശക്തമായിട്ട് പഠിപ്പിക്കുകയാണ് പൗലോസ്. അതുകൊണ്ട് വാങ്ങിപ്പോയവർ കർത്താവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി നിൽക്കുന്നു. അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു,
അവരുടെ വിശുദ്ധന്മാരുടെ സംസ്കാരം, അതിലേക്ക് നമുക്ക് വരാം. വാട്ട് ഈസ് ദ ഫ്രൂട്ട് വി ഷുഡ് ബി പ്രൊവൈഡിങ് എന്നുള്ളതാണ്. നമ്മൾ എന്ത് ഫലമാണ് യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളോട് ചേർന്ന് വിത്തുകളായിട്ട് നമ്മൾ അത് സ്വീകരിച്ചിരിക്കുമ്പോൾ ഇനി ഫലം പുറപ്പെടുവിക്കണം എന്നുള്ളതിലേക്ക് വരും. എന്ത് ഫലമാണ് നമ്മൾ പുറപ്പെടുവിക്കേണ്ടത്? എന്താണ് അതിന് വെള്ളം ഒഴിക്കുന്നത്? എന്താണെന്ന് ഇന്നലെ കണ്ടേ, സ്നാനം. വെള്ളം എന്നുള്ളത് സ്നാനം എന്നതിൽ മാത്രമല്ല, പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. അപ്പൊ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ഇതെല്ലാം നമ്മുടെ ഫാദർ നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നു, യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളെ സംബന്ധിക്കുന്നു. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവാകുന്ന ജലം നമുക്ക് എപ്പോഴും നറിഷ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മളെ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവാകുന്ന ജലത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ പുറപ്പെടുവിക്കേണ്ട ഫലം, നമുക്കൊരു ഫലം പെട്ടെന്ന് പറയാൻ കിട്ടുമല്ലോ. എന്തുവാ, ഏത് ഫലമാണ് അത്? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം, ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 22. ആത്മാവിന്റെ ഫലമോ, അല്ലെ? ആത്മാവിന്റെ ഫലം. എത്ര ഫലങ്ങളുണ്ട്? 9. ആ വാക്യത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. ആത്മാവിന്റെ ഫലങ്ങളോ എന്നാണോ? അല്ല, സിംഗുലർ ആണ്. ആത്മാവിന്റെ ഫലമോ. അയ്യോ, ആത്മാവിന്റെ ഫലമോ, ഒറ്റ ഫലമേ ഉള്ളൂ ആത്മാവിന്. ഏതാ? സ്നേഹം. That's it. God is love. ദൈവം സ്നേഹമാകും. ഫലം പുറപ്പെടുവിക്കാൻ പോവുക കേട്ടോ. സ്നേഹം ആകുന്ന ഫലം പുറപ്പെടുവിക്കും. ആത്മാവിന്റെ ഫലമോ, ആ സ്നേഹത്തിൽ ഒരു ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ആ ഓറഞ്ചിന്റെ ഉള്ളിൽ ബാക്കി സെഗ്മെന്റുകൾ ധാരാളം ഉണ്ട്. 9 കാണുമായിരിക്കും, അല്ലെങ്കിൽ 8 ഒക്കെ കാണും. പക്ഷെ നോർമലി ഒരു 9 എന്റെ വിചാരം. അപ്പൊ അതിലെല്ലാം കൂടെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ആത്മാവിന്റെ ഫലം. ആ ഫലം സ്നേഹം. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹം തന്നെ എന്ന് പറയുക. അപ്പൊ ഈ സ്നേഹമാകുന്ന ഫലം പുറപ്പെടുവിക്കുക എന്നുള്ള, ആ സ്നേഹം വന്നു കഴിയുമ്പോൾ ബാക്കി സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം, ഇതെല്ലാം നമുക്ക് പുറകെ കിട്ടിക്കൊള്ളും എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോ സ്നേഹമാകുന്ന ഫലം ദൈവസ്നേഹം തന്നെ. ഗോഡ് ഈസ് ഈക്വൽ ടു ലവ് എന്ന് പറഞ്ഞാൽ സിംപിളി നമുക്കൊന്ന് നോക്കാം. ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്നാ? ഗ്രീക്ക് സ്നേഹത്തിന് ധാരാളം വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇറോസ് എന്നുള്ളതുണ്ട്, അഗാപ്പെ എന്നുള്ളതിലേക്ക് നമ്മൾ വരണം. പിന്നെ ഫിലയോ എന്നുള്ള വാക്കുണ്ട്. പത്രോസിനോടൊക്കെ ചോദിക്കുന്നത് ആർ യു റിയലി അഗാപ്പെ എന്നാണ് ചോദിക്കുന്നത്. പത്രോസ് പറയുന്നത് എന്നാ? യെസ് ലോർഡ്, യു നോ ഐ ആം ഫിലയോ യു. അത്ര നിൽക്കുന്നുള്ളൂ. മനസ്സിലായി? പെട്ടെന്ന് മനസ്സിലാകാൻ പറയുന്നത് അഗാപ്പയിലേക്ക് വരിക, ദൈവസ്നേഹത്തിലേക്ക് വരിക, അൺകണ്ടീഷണൽ ലവിലേക്ക് വരിക എന്നുള്ളത്. ഗോഡ് ഈസ് ഈക്വൽ ടു ലവ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹം ഉണ്ടാകുന്ന എപ്പോഴാണ്? നമുക്ക് സ്നേഹം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കൊരു സ്റ്റിമുലേഷൻ ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു റെസ്പോൺസ് ആയിട്ട് ഉണ്ടാകുന്നതാണ് സ്നേഹം, അല്ലേ? കുഞ്ഞുങ്ങളോട്, സ്പൗസിനോട്, അല്ലെങ്കിൽ മാതാപിതാക്കളോട്, മറ്റുള്ളവരോട്, അതിനെല്ലാം പല 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 തലങ്ങളിലാണ് നമുക്ക് സ്നേഹം. പക്ഷെ നമുക്ക് മുഖം തരാതെ ഒരാൾ നിൽക്കുമ്പോൾ അയാളോട് നമ്മൾ ഇടിച്ചു കയറി വർത്താനം പറയുമോ? നോർമലി പറയുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇതിനകത്തിരുന്ന് പറയും. ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഭയങ്കര പാർട്ടികളെ നമ്മൾ പറയുകയൊക്കെ ചെയ്യും. അച്ഛനറിയാൻ മേലാഞ്ഞിട്ടാ ഞങ്ങളുടെ സ്വഭാവം. പിന്നെ നമുക്കറിയരുതോ? നമ്മൾ പറയില്ല. നമുക്ക് അങ്ങോട്ട് കയറി, അല്ലേ? എന്തുകൊണ്ടാണെന്നറിയാം, അവരുടെ കംഫർട്ട് സോണിലാണോ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതാണ് നമ്മുടെ. പക്ഷെ സത്യത്തിൽ അങ്ങനെ ഒരു പഴിചാരലിലൂടെ നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടുക നമ്മൾ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഇതുവരെയുള്ള. പോട്ടെ, ചിലർക്ക് അത് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടത്തില്ല. അതാ നമ്മൾ അങ്ങോട്ട് ചെയ്ത് വർത്താനം പറയാൻ പോകുന്നത് ചിലപ്പോൾ എപ്പോഴും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ലായിരിക്കാം. അതുകൊണ്ടല്ല നമ്മളെന്നാൽ പിന്നെ നോക്കാത്ത രാജാവിനെ എന്ന് കരുതി നമ്മൾ ഇങ്ങോട്ട് പോരുക. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ദൈവസ്നേഹം എല്ലാത്തിൻ്റെയും പിന്നാലെ വന്ന് സ്നേഹിക്കുക. അപ്പൊ എൻ്റെ കൊച്ചുമോനോട് ഞാൻ ഈ ലോസ്റ്റ് ഷീപ്പിനെ പറ്റി കഥ പറയാൻ പറഞ്ഞപ്പോഴേ, ചെറുപ്പത്തിലെ അവൻ എനിക്ക് പറഞ്ഞു തന്ന കഥയാണ്. ലോസ്റ്റ് ഷീപ്പിനെ പറ്റി പറഞ്ഞപ്പോഴേ അവനെ എവിടുന്നോ കണ്ടതായിരിക്കാം, വീഡിയോയിലോ എല്ലാം കണ്ടിട്ടായിരിക്കാം. അവൻ കഥ പറയുന്ന കൂട്ടം നമുക്കറിയാവുന്ന എന്താ, ഷീപ്പ് ഇങ്ങനെ പോകുന്നു. ഷീപ്പ് അമ്മയും അപ്പനും ഒക്കെ പറഞ്ഞു കൊടുത്തു, എടാ അങ്ങനെ പോകുകയൊന്നും ചെയ്ത് ഞങ്ങളുടെ കൈവിട്ടൊന്നും പോകരുത്, ഞങ്ങളുടെ കൂടെ വേണമെന്നൊക്കെ പറഞ്ഞു. പേരൻസിനെ കേൾക്കാതെ പോയി. അങ്ങനെ നല്ല മേച്ചിൽപ്പുറങ്ങളൊക്കെ തേടിപ്പോയി. ഗ്രീൻ ഗ്രാസ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ നല്ല റിവറൊക്കെ ഉണ്ടായിരുന്നു, ക്രീക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് സൈഡിൽ കൂടി ഇങ്ങനെ പോയി. ഈ മോൻ പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു.
പിന്നെ ഇവനൊരു ബട്ടർഫ്ലൈയെ കണ്ടു. അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, എന്നെ കഥ പറയാം. ബട്ടർഫ്ലൈയെ കണ്ടു. ഈ ബട്ടർഫ്ലൈയുടെ പുറകെ ഇങ്ങനെ പോയി 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 അങ്ങനെ വലിയൊരു കുന്നിന്റെ മേളിൽ കയറി. അവിടെ ഒരു വലിയ കേവ് ആയിരുന്നു. ആ കേവിനകത്തോട്ട് ഇവൻ കയറി. പക്ഷെ ആ കേവിന്റെ അങ്ങേ സൈഡ് ഭയങ്കര സ്റ്റീപ്പായിരുന്നു. അങ്ങനെ അവൻ താഴേക്ക് വീണു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇത്ര മതി, നക്ഷലിൽ കഥ ഇതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ ഈ ഭൗതികമായിരിക്കുന്ന പല ബട്ടർഫ്ലൈകളും നമ്മുടെ ജീവിതത്തിൽ, അതെനിക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി. നമ്മൾ എവിടെയോ കണ്ടതോ വീഡിയോയിൽ കണ്ടതാണെങ്കിലും ആ ബട്ടർഫ്ലൈയുടെ ഒരു വിവരണം എനിക്ക് തോന്നി, നല്ലതായിട്ട് തോന്നി. കാരണം നമ്മുടെ ഈ സ്നേഹം എന്ന് പറയുന്നത് പൊയ്മുഖങ്ങളാണ്. അപ്പോ ഈ ആട്ടിൻകുഞ്ഞ് അടുത്ത് ചെല്ലുമ്പോൾ ഒരിക്കലും ബട്ടർഫ്ലൈ നിൽക്കില്ല, അത് ചാടി മേലോട്ട് പോകും. ബട്ടർഫ്ലൈയുടെ ജീവിതം എന്ന് പറയുന്നത് ആകാശത്തില്, അത് താഴേക്ക് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് സ്നേഹം ലഭ്യമാകുന്നു എന്ന് കാണുന്ന പലയിടങ്ങളിലും ചിലപ്പോൾ അത് യാഥാർത്ഥ്യമായി കൊള്ളണമെന്നില്ല എന്നുള്ളത്. പക്ഷെ ദൈവസ്നേഹം അങ്ങനെയല്ല. ദൈവസ്നേഹം പിന്നെ പറന്നു നിൽക്കുമൊന്നുമല്ലായിരുന്നല്ലോ. പിന്നെ യേശുക്രിസ്തുവിനെ അവൻ അവതരിപ്പിക്കുമ്പോൾ വലിയൊരു മുട്ടൻ വടി ഉണ്ടായിരുന്ന കയ്യിൽ വന്ന് ഉടൻ ഈഗിൾ വന്ന് ഇവനെ ആട്ടിൻകുഞ്ഞിനെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ കയ്യിലെ വടി വെച്ച് ഈഗിളിനെ അടിച്ചു ഓടിക്കുന്നു എന്നൊക്കെ പറയുന്ന കഥ. അപ്പോൾ ദൈവസ്നേഹം ഇങ്ങനെ നമ്മുടെ പിന്നാലെ എപ്പോഴും വരുന്നതാണെന്നുള്ളതാണ്. അപ്പൊ ആ സ്നേഹത്തിൽ നിറയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം, ആത്മാവിന്റെ ഫലം. ആ സ്നേഹത്തിന്റെ പ്രകടനം ഒത്തിരി വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ആ സ്നേഹത്തിന്റെ പ്രകടനം നമ്മളെങ്ങനെ ഫ്രൂട്ട്ഫുൾ ആയി തീരണം. സ്നേഹം എന്നതാണ് നമ്മൾ ഇന്നുണ്ടാകുന്ന ഫലം എന്ന് നമ്മൾ കണ്ടു. അതെങ്ങനെയാണ്? പ്രാക്ടിക്കൽ ഡൂയിങ് തിയോളജി. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഓക്കെ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ചെയ്തതെല്ലാം കറക്റ്റ് ആണോ എന്നറിയാൻ നമ്മൾ ആരുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും? ന്യായവിധിയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. അന്ന് നമ്മൾ മേളിൽ ചെല്ലുന്ന സമയത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യനിയർ, അതിന്റെ സത്യത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ലീക്ക് ഔട്ട് ആയതാണ് നേരത്തെ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നേക്കാം. 6 ക്വസ്റ്റ്യനേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്, സിമ്പിൾ. 6 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 36 മുതലുള്ള വാക്യം. സെയിന്റ് മാത്യു ചാപ്റ്റർ 25 വേഴ്സ് നമ്പർ 36 ഓൺവേർഡ്സ്. അവിടെ വായിക്കുന്നത് എന്താണ്? രാജാവ് ഇവിടെ ആടുകളെ ഇങ്ങനെ വേർതിരിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഇവരോട് നീതിമാന്മാരും പാപികളും ഒക്കെ വന്നു നിന്നു. അപ്പൊ അവരോട് പറയുന്നതായ കാര്യം, ഞാൻ വിശന്നിരുന്നു, ഞാൻ ദാഹിച്ചിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ അനാഥനായിരുന്നു. വാട്ട് വാസ് യുവർ റെസ്പോൺസ്? ചോദ്യം. എനിക്ക് വിശന്നിരുന്നു. അപ്പൊ സ്നേഹത്തിന്റെ പ്രാക്ടിക്കൽ സൈഡ് ഇതല്ല. യെശയ്യാ പ്രവചനം 58-ാം അധ്യായം വായിച്ചു. ഐസയ ചാപ്റ്റർ നമ്പർ 58. അവരുടെ പാപങ്ങളെ അറിയിക്കുക. എങ്കിലും അവർ എന്നെ ദിനംപ്രതി അന്വേഷിച്ചു, എന്റെ വഴികളെ അറിവാനിച്ചിരിക്കുന്നു. 3-ാം വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ നോമ്പ് നോക്കുന്നത് നീ നോക്കാതിരിക്കുന്ന എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്ത് നീ അറിയാതെ ഇരിക്കുന്നത് എന്ത്? അതിനകത്ത് 6-ാമത്തെ വാക്യം മുതൽ വായിച്ച്. 6-ാം വാക്യം മുതൽ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. നമ്മുടെ ഈ പ്രാക്ടിക്കൽ സൈഡാണ് കേട്ടോ. എങ്ങനെയാണ് ഫലം പുറപ്പെടുവിക്കേണ്ടതെന്നുള്ളതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡാണിത്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക എന്ന് പറഞ്ഞാൽ ബോണ്ടേജ് എന്നുള്ളത് എവിടെയെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെയും കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അഴിച്ചു കൊടുക്കണം. നിങ്ങൾ ആരെയും കെട്ടിയിട്ടിട്ടുണ്ടോ? ഞങ്ങൾ ആരെയും കെട്ടിയിട്ടിട്ടില്ല. കെട്ടിയത് പോലും നേരെ ചൊവ്വേ നോക്കാൻ ഞങ്ങൾക്ക് പിന്നെ എന്നാ കെട്ടിയിട്ടില്ല. അപ്പം അന്യായ ബന്ധനങ്ങളെ അഴിക്കുക എന്ന് പറഞ്ഞാൽ എവിടാന്നറിയാമോ? നിങ്ങൾ വൈകിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുമെങ്കിൽ ആ നിൽക്കുന്ന സമയത്ത് കുറച്ച് മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരും. ഒരിക്കലും മായ്ച്ചു കളയാനാത്ത, നിങ്ങൾക്ക് വേദന തന്ന, നിങ്ങൾക്ക് പ്രയാസം തന്ന, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, അതെല്ലാവരുടെയും ജീവിതത്തിലുണ്ടെന്ന് എൻ്റെ വിചാരം. എല്ലാവർക്കും അങ്ങനെ ചില മുഖങ്ങൾ മറന്നിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എപ്പോഴും തെളിഞ്ഞു വരുന്ന ചില മുഖങ്ങൾ, അതൊരു ബോണ്ടേജാണ്. നമ്മുടെ മനസ്സിൽ കെട്ടിയിട്ടേക്കുന്ന ഒരു കാര്യം, ഒരാവശ്യമില്ല. ഈ ചുമന്ന നടക്കേണ്ട യാതൊരു കാര്യം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സിലോട്ട്
ഈ സുരേഷ് ഗോപിയും മമ്മൂട്ടിയൊക്കെ ഇടിച്ച് കൊല്ലുന്ന പോലെ ഇടിച്ച് അവനെ ഇവിടെ ഇടിക്കുകയും വെടിവെക്കുകയും ചെയ്ത് എല്ലാത്തിനും തകർക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ആഗ്രഹമൊക്കെ സാധിക്കത്തില്ല. അത് നമ്മുടെ വഴിയല്ല. നിങ്ങളുടെ മനസ്സിലെ ചിന്ത സകലത്തെയും ശത്രുസംഹാരം. അതുകൊണ്ടാണ് ഇത് എല്ലാ ദൈവമനുഷ്യരുടെയൊക്കെ മനസ്സിലാദ്യം ഉണ്ടാകുന്ന വികാരം. 139 സങ്കീർത്തനം വായിച്ചാൽ 2-3 കാര്യങ്ങൾ കാണുന്നു. ഒന്ന്, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ, അല്ലേ, ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. പാതാളത്തിന്റെ അടിയിൽ പോയാൽ അവിടെയുണ്ട്, ഞാൻ ഉയരങ്ങളിലോട്ട് കയറിയാൽ അവിടെയുണ്ട്, ആഴത്തിൽ പോയാൽ അവിടെയുണ്ട്. അതുകൊണ്ട് അവസാനം പിന്നെ പറഞ്ഞു, കർത്താവേ എന്നെ. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത് അതിന് തൊട്ട് മുമ്പ് പറയുന്നത്, എന്റെ ശത്രുക്കളെ എല്ലാം നീ മുടിച്ചു കളയുന്നത്, സംഹരിക്കുകയാണ്. ഇത് വളരെ ശക്തമായി ദാവീദൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. പക്ഷെ 139 സങ്കീർത്തനം നല്ല മെഡിറ്റേഷനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ഫ്രം ദി പ്രോബ്ലം, എല്ലാത്തിനും ഓടി കുളിക്കാനായിട്ടുള്ള ആഗ്രഹം. അവസാനം പറഞ്ഞു, ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി അത് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളെ വ്യസനിപ്പിക്കുന്ന വ്യക്തികൾ, നിങ്ങളെ വ്യസനിപ്പിക്കുന്ന വിഷയങ്ങൾ, ആ വ്യസനത്തിനുള്ള മാർഗം, അതിന്റെ കാരണം എന്താണെന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ തന്നെ ആ സ്നേഹത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും. പ്രാക്ടിക്കൽ സൈഡ് അന്യായ ബന്ധനങ്ങൾ അഴിക്കുക. അടുത്ത മുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരാക്കി വിട്ടയക്കുക. നിങ്ങളുടെ മനസ്സിൽ നിന്നൊക്കെ ഇതെല്ലാം നിങ്ങളുടെ ഇമോഷണൽ ആ ഒരു കാര്യമായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി കേട്ടോ. പീഡിതരെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടയക്കുക, എല്ലാ മുഖത്തെയും തകർക്കുക. ഇതാ ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു ഉപവാസം എന്ന് പറയുന്നത്. ഇതാ അതിലേക്ക് നമ്മളൊന്ന് വന്നാൽ മതി, അതിലേക്ക് നമ്മളൊന്ന് ഉയരണം. പ്രാക്ടിക്കൽ സൈഡായി പറയുന്നത് കേട്ടോ. ഇന്നലെ എന്നും കേൾക്കുന്നതിന്റെ പ്രാക്ടിക്കൽ സൈഡാണ് പറയുന്നത്. ഇമോഷണലി അല്ലെങ്കിൽ മാനസികമായിട്ടും മെന്റലി നമ്മളിത് പ്രിപ്പയർഡ് ആകണം. സ്നേഹത്തിൽ നിറയാനുള്ള മാർഗം, സ്നേഹത്തിലേക്ക് വരണമെങ്കിൽ ഈ കെട്ടുകൾ പൊട്ടിച്ചു കളയാതെ യാതൊരു മാർഗവും ഇല്ല. ആ ബോണ്ടേജസ് എല്ലാം, യോക്സ് എല്ലാം കളയണം. ഓക്കെ, അടുത്തതാണ് എപ്പോഴാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത്. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുക, വിശന്നിരിക്കുന്നവനെ എന്റെ അപ്പം നുറുക്കി കൊടുക്കുക. ജനുവിനായിട്ട് കേസ് ധാരാളമാണ്. നമ്മളിവിടെ ആരെയും സഹായിക്കാത്ത ഹോംലെസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും, ഓ അവനും വല്ല ജോലിക്കും പോവാം, മെഡിക്കേഡും ഒക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ എന്തെല്ലാം സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, അവന് വല്ല പണിക്കും പോയി ജീവിക്കാൻ വേണ്ടി. നമ്മളാണെങ്കിൽ 2 ഷിഫ്റ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് വരുന്നതിന്റെ സമയത്ത് അവന്റെ ഹോംലെസ് ഓടാവിടുന്നു എന്ന് പറയും. സത്യം 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഞാൻ ഒരു പള്ളിയിൽ ആയിരുന്ന സമയത്ത്, ആ പാടുള്ള പള്ളിയുടെ പേര് നിങ്ങളോട് പറഞ്ഞു. ഇപ്പൊ പള്ളിയിലായിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അടുത്ത സംഭവം കൃത്യം നിങ്ങൾ ഗ്രഹിക്കാൻ ഞാൻ നോക്കിയിരിക്കുക. പറഞ്ഞാട്ടെ ഇപ്പൊ ഞങ്ങൾ പിടിക്കായത് മതിയാണ്. ഒരു കടയുടെ പേരൊക്കെ, കടയുടെ പേര് പറഞ്ഞാൽ ഇവിടാണോ നാട്ടിലാണോ നിങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് കടയുടെ പേരും പറയുന്നത്. ഒരു കടയിൽ ഒരു മനുഷ്യന് വരുന്നു. അയാള് നമ്മൾ ഈ പഴയ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള പോലെ, എൻ്റെ കൂടെ 2 പേരുണ്ട്, ഞങ്ങൾ 3 പേരും കൂടെ കടയിൽ പോയതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ വന്ന് അവിടുന്ന് ഒരു ബ്രെഡ് മോഷ്ടിച്ചുകൊണ്ട് ഓടുന്നു. സെക്യൂരിറ്റി പുറകെ നടന്ന് പിടിച്ച് ഈ മനുഷ്യനെ അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എൻ്റെ കൂടെ നിന്ന് 2 പേരുടെ റെസ്പോൺസസ്. ഒരാൾ പറയും, വീട്ടിൽ പോ. അപ്പോൾ മറ്റേ പുള്ളി അവിടെ നമുക്കിപ്പോ ഇനിയിപ്പോ ഞാൻ പറയുന്ന രൂപയെന്നോ പൈസ കൊടുത്താലെന്ന് പറയാം, അല്ലേ? $1 പറഞ്ഞാലും പ്രശ്നമാണ്. ഓക്കെ, നമുക്കൊരു $5 കൊടുത്താൽ ആ വിഷയം സോൾവ് ചെയ്യാൻ. വിശന്നിട്ട് മോഷ്ടിച്ചതല്ലേ. അങ്ങനെ ഇവനെ ആ ബ്രെഡും പഴവും മറ്റു സാധനവും കടയിൽ നിന്ന് മേടിച്ച് അയാൾക്ക് അവിടെ കൊടുത്തുവിടും. എൻ്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവമായി പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ്. എൻ്റെ എക്സ്പീരിയൻസ് വേറെ ആരുടെയൊന്നും അല്ല, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ 2ാമത്തെ ആളുടെ കൂടെ ഞാൻ കൂടി നമുക്ക് പോയി അത് ചെയ്യാം. അതിനുള്ള സന്തോഷത്തോടും സാഹചര്യങ്ങളായിരിക്കും. ഈ അട്ടയെ പിടിച്ച് മറ്റേ കിടത്തിയ കിടക്കുകയല്ല. യേശുക്രിസ്തു പറഞ്ഞു, ദരിദ്രർ നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ്
അവർക്ക് ആരോഗ്യമുണ്ട്. അവർക്ക് ചില മനുഷ്യരുടെ സാഹചര്യം ഈ എന്തുകൊണ്ട് ഞാൻ ഈ വാൻകൂവറിലൊക്കെ ആയിരുന്ന സമയത്ത് ഓർക്കും, അവിടെ ഒരു സ്ട്രീറ്റ് കൂടി ഇവിടെ എല്ലായിടത്തും കാണുമായിരിക്കുമല്ലോ ഹോപ്പ്ലെസ് പീപ്പിളിനെ ഇറക്കി വിട്ടിട്ടല്ലേ, നമുക്കറിയാം, നിങ്ങളുടെ സ്ട്രീറ്റുകളൊക്കെ നമുക്കറിയാം. വായി ഇത്രയും ഉന്നതമായിരിക്കുന്ന അമേരിക്കയിൽ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഇവിടുത്തെ അധികാരികൾ ഇതിനെതിരെ നമ്മുടെ ചിന്തയിൽ അവർ ചിന്തിക്കുന്നില്ല? അവർ ചിന്തിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും. എന്താണെന്ന് ചോദിച്ചാൽ ചിലരങ്ങനെയാണ്, ചിലർ അങ്ങനെ ജീവിക്കാൻ അവർക്ക് സാധിക്കും. അവർക്ക് ഇനി നല്ല ജോബിൽ നിങ്ങൾ കൊണ്ടുപോയി വെച്ച് നോക്കി ഒരിക്കലും ചെയ്യില്ല. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞ കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. ദരിദ്രർ നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മളും പല കാര്യത്തിലും ദരിദ്രരല്ല. പല കാര്യത്തിലും നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ അതിൽ അധ്വാനിച്ച് അതിന്റെ റിച്ച്നെസ്സിലേക്ക് വരാത്ത ദരിദ്രരാണ് നമ്മൾ. പല കാര്യങ്ങളിലും പല വിഷയങ്ങളിലും നമ്മൾ ദരിദ്രരാണ്. അവരാ സമ്പത്തിന്റെ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക. ഞാൻ അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തില് അത് കഴിഞ്ഞിട്ട് ഒരു നേഴ്സ് പ്രാക്ടീഷണർ എന്നോട് പറഞ്ഞു, അവന് ജോലി ചെയ്തുകൊണ്ടിരുന്നിടത്ത് ഒരാൾക്ക് വെയിറ്റ് കുറഞ്ഞു വരും. പ്രാക്ടിക്കൽ സൈഡായി പറയുന്നത് കൊണ്ട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കും. വെയിറ്റ് കുറഞ്ഞു വരും. എൻ്റെ പേഷ്യൻ്റാണ്. ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ നിർത്തിയില്ല. അവരെ ഇതൊന്നും ഈ മെഡിക്കേഡിനും മറ്റു കാര്യങ്ങളും ഡയറക്റ്റ് ചെയ്യാൻ ആരുമില്ല, അവർക്ക് സഹായത്തിന് ആരുമില്ല. എന്തെല്ലാം പ്രതിസന്ധികളോടെ പോകുന്ന മനുഷ്യനാണ്. ഇപ്പം എൻ്റെ വൈഫിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകൊച്ച്, നമുക്ക് 20 വയസ്സ് കഷ്ടിച്ചു, വിവാഹം കഴിച്ചിട്ടില്ല, അപ്പോൾ പ്രഗ്നന്റ് ആണ്. അടുത്ത സെപ്റ്റംബർ ഡ്യൂ. ഇങ്ങനെയുള്ള എത്ര പ്രതിസന്ധികളിലൂടെ മനുഷ്യൻ പോകും. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന നഴ്സ് പ്രാക്ടീഷണർ എന്നാന്ന് ചെയ്തതെന്ന് ചോദിച്ചാൽ അവൻ മെഡിക്കേഡിൽ വിളിച്ച് ഇവർക്ക് ഫുഡ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തി. അതുകൊണ്ട് യേശുക്രിസ്തു ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, എന്നാ പറഞ്ഞു? കൊടുക്കുക. ഒരു മൈൽ അവരുടെ കൂടെ അവരുടെ പോകാൻ ആരെങ്കിലും നിന്നെ നിർബന്ധിച്ച എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ മൈൽ അല്ലേ? എക്സ്ട്രാ മൈൽ യൂസേജ് തന്നെ. എക്സ്ട്രാ മൈൽ വി ഹാവ് ടു ഗോ ആൻ എക്സ്ട്രാ മൈൽ. ക്രിസ്ത്യൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതായ കാര്യം. ബാക്കി കൂടെ വായിച്ചു. അടഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? അപ്പൊ വിശന്നിരിക്കുന്നവർ അപ്പം നുറുക്കിടും. പിന്നെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കും. അപ്പൻ, അമ്മ, സ്വന്തം സഹോദരങ്ങൾ, അവരുമായിട്ടുള്ള ബന്ധത്തിൽ ചിന്തിക്കാൻ വേണ്ടി പറയുക കേട്ടോ. നമ്മളെല്ലാ ആഴ്ചയിലും കുർബാന അനുഭവിക്കുന്നു. അച്ഛനോട് സംസാരിച്ചിട്ട് സഹോദരങ്ങളോട് വേണ്ടിയിട്ട് കാര്യം ഇച്ചിരി സ്വർണം, ഇച്ചിരി മണ്ണ് അല്ലേ, ഒരു 1/2 ഏക്കർ സ്ഥലം ബാങ്ക് ബാലൻസ്, ഇച്ചിരി സ്വർണം വീതിച്ചപ്പോൾ മാതാപിതാക്കൾക്ക് തെറ്റുപറ്റിയത് ചിന്തിക്കാം, ധ്യാനിക്കാം, ഇപ്പൊ കാപ്പി കുടിക്കാം കഴിഞ്ഞിട്ട് നമുക്ക്